السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. زين للذين كفروا الحياة الدنيا ويسخرون من الذين آمنوا والذين اتقوا فوقهم يوم القيامة والله يرزق من يشاء بغير حساب. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാനായ പ്രവാചകൻ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചുള്ള ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ് കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിലൂടെ നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. സമൂഹത്തിൽ അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കുന്ന പ്രവണത ആദ്യമായി തുടക്കം കുറിക്കപ്പെട്ട ഒരു സമൂഹത്തിലേക്കാണ് മഹാനായ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നിയോഗമുണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കി. മഹാന്മാരായ ആളുകളെ സ്നേഹിക്കുന്നു, ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു എന്ന പേരിൽ അവരുടേതായ വിഗ്രഹങ്ങളും പ്രതിമകളുമെല്ലാം ആദ്യഘട്ടത്തിൽ ഉണ്ടാക്കുകയും കാലാന്തരേണ അവയെ ആരാധിക്കുകയും അവയുടെ മുമ്പിൽ നേർച്ച വഴിപാടുകളും ആരാധനയുടെ എല്ലാ രൂപത്തിലുള്ള കാര്യങ്ങളും നിർവഹിക്കുകയും ചെയ്തു പോന്ന് അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള ശിർക്ക് എന്ന് പറയുന്ന മഹാപാതകത്തിലേക്ക് ആദ്യമായി ഒരു സമൂഹം അധപ്പതിച്ച ഘട്ടത്തിലാണ് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ, ആ ജനതയെ നന്നാക്കിയെടുക്കുവാൻ വേണ്ടി അള്ളാഹു പ്രവാചകനായി, ദൈവദൂതനായി അയച്ചത്. ആ പ്രവാചകന്റെ കൽപ്പനകളെ അവർ മാനിച്ചില്ലെന്ന് മാത്രമല്ല, വിവിധ രൂപത്തിലുള്ള പ്രതികരണങ്ങളും പരിഹാസങ്ങളും പീഡനങ്ങളുമൊക്കെയായിരുന്നു ആ പ്രവാചകന്റെ മുമ്പിൽ അവർ കാണിച്ചത്, അതുപോലെ തന്നെ അവർ പ്രവർത്തിച്ചത്. 950ഓളം കൊല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന്റെ പ്രബോധനത്തിന് വേണ്ടി ഈ സമൂഹത്തിനിടയിൽ രാവും പകലും ഭേദമില്ലാതെ രഹസ്യമായും പരസ്യമായും അതുപോലെ തന്നെ ചിന്തോദ്ദീപകമായ പദപ്രയോഗങ്ങളിലൂടെയും സർവശക്തനായ അള്ളാഹുവിന്റെ ശക്തി മാഹാത്മ്യങ്ങളെ അവരെ പഠിപ്പിക്കുന്ന നിലക്കുള്ള കൃത്യമായ അവതരണങ്ങളിലൂടെയും അവരുടെ മനസ്സുകളെ പിടിച്ചു കുലുക്കുന്ന നിലക്കുള്ള കൃത്യമായ അധ്യാപനങ്ങളിലൂടെയുമെല്ലാം മഹാനായ ഒരു പ്രവാചകൻ ശ്രമിച്ചിട്ടും അവരുടെ ധിക്കാരം, അവരുടെ അഹങ്കാരം, അവരുടേതായ വിസമ്മതം, അവരുടേതായ നീരസ പ്രകടനങ്ങൾ ഇതായിരുന്നു ആ പ്രവാചകന് കേൾക്കേണ്ടി വന്നതും അനുഭവിക്കേണ്ടി വന്നതും. ഏത് രൂപത്തിൽ മഹാനായ പ്രവാചകനെ അവർ ആക്ഷേപിച്ചപ്പോഴും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിന്റെ എല്ലാം മുമ്പിൽ തന്മയത്വത്തോടെ കൃത്യമായി അവരുടേതായ ഓരോ വാദമുഖങ്ങളെയും അദ്ദേഹം ശാന്തമായ നിലക്ക് തന്നെ ഖണ്ഡിക്കുകയും മറുപടി പറയുകയും ചെയ്തു പോന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് അവര് പറഞ്ഞു, നീ പഴച്ചവനാണ്. മഹാന്മാരുടെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, മഹാന്മാരായ പ്രവാചകന്മാരുടെ മുഖത്ത് നോക്കിയിട്ട് പോലും ആ സമൂഹം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പഴച്ചവരാണ്. അതുകൊണ്ട് ഇസ്ലാമിക പ്രബോധകന്മാര് മനസ്സിലാക്കണം, ആരെങ്കിലും നമ്മെ ചൂണ്ടി നമ്മുടെ നേരെ നോക്കി കൃത്യമായി നേർക്ക് നേരെയോ അല്ലാതെയോ നീ പഴച്ചവനാണ്, നിങ്ങൾ പഴച്ചവരാണെന്ന് പറഞ്ഞാൽ
ആദർശ പ്രബോധന രംഗത്ത് നിന്ന് മാറി നിൽക്കേണ്ടവനല്ല ഒരു യഥാർത്ഥത്തിലുള്ള പ്രബോധകൻ. മറിച്ച് നമ്മേക്കാൾ വലിയ മഹാന്മാരായ പ്രവാചകന്മാര് പോലും ഈ രൂപത്തിലുള്ള പരിഹാസങ്ങളിലൂടെ, കുത്തുവാക്കുകളിലൂടെ, ശകാരവർഷങ്ങളിലൂടെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നറിയുമ്പോൾ ഇസ്ലാമിക പ്രബോധനത്തിന്റെ മാർഗത്തിൽ ഞാനും നിങ്ങളുമൊക്കെ എന്താണ് സഹിച്ചത് എന്ന് നമ്മൾ വളരെ ഗൗരവത്തോടെ ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ആ നാട്ടിലെ പ്രമാണിമാര് പറഞ്ഞ പല രൂപത്തിലുള്ള ആക്ഷേപങ്ങളുണ്ട്. ഖാലൽ മലഉ മിൻ ഖൗമിഹി ഇന്നാ ലനറാക ഫീ ളലാലിൻ മുബീൻ. നൂഹ് അലൈഹിസ്സലാമിന്റെ ജനതയിൽപ്പെട്ട പ്രമാണിവർഗം പറഞ്ഞു, നൂഹേ, ഇന്നാ നിശ്ചയമായും ഞങ്ങൾ, ലനറാക നിന്നെ ഞങ്ങൾ കാണുക തന്നെ ചെയ്യുന്നു, ഫീ ളലാലിൻ മുബീൻ നീ അങ്ങേയറ്റത്തെ വ്യക്തമായ വഴിപിഴവിലാ നീ ഉള്ളത്, നീ പഴച്ചവനാണ് നൂഹേ എന്ന് പറഞ്ഞപ്പോ നൂഹ് നബി അലൈഹിസ്സലാം ക്ഷോഭിക്കാതെ മറുപടി പറയുന്നു, قال يا قوم ليس بي ضلالة ولكني رسول من رب العالمين أبلغكم رسالات ربي وأنصح لكم وأعلم من الله ما لا تعلمون. സൂറത്തുൽ അഅറാഫിലെ 60, 61, 62 ആയത്തുകളിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്, നീ പഴച്ചവനാണ്, അങ്ങേയറ്റം വ്യക്തമായ പഴികേടിലാണ്, നീ നശിച്ചവനാണ്, പഴച്ചവനാണെന്ന് മഹാനായ ഒരു പ്രവാചകനോട് ആ ജനങ്ങൾ ആക്ഷേപസ്വരത്തിൽ പറഞ്ഞപ്പോൾ മഹാനായ നൂഹ് അലൈഹിസ്സലാം എന്താ തിരിച്ചു ചോദിക്കുന്നത്, പറയുന്നത്, യാ ഖൗമി, എന്റെ ജനങ്ങളെ, ലൈസ ബീ ളലാലത്തുൻ ഞാൻ പഴച്ചവനല്ല, എന്നിൽ പിഴവ് പറ്റിയിട്ടില്ല, ഞാൻ വഴികേടിലല്ല, വലാകിന്നീ റസൂലും മിർ റബ്ബിൽ ആലമീൻ എങ്കിലും ഞാൻ സർവലോക പരിപാലകനായ റബ്ബിൽ നിന്നുള്ള റസൂലാകുന്നു, നിങ്ങളിലേക്ക് അയക്കപ്പെട്ട റസൂലാണ് ഞാൻ പഴച്ചവനല്ല. ഉബല്ലിഗുകും റിസാലാത്തി റബ്ബി എന്റെ രക്ഷിതാവ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ ഏൽപ്പിച്ചിട്ടുള്ള സത്യത്തിന്റെ സന്ദേശങ്ങളെ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരുകയാണ്. വഅൻസഹു ലക്കും ഞാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തരികയാണ്. ഞാൻ നിങ്ങൾക്ക് ഗുണം മാത്രം വരണം എന്ന ഉദ്ദേശത്തോടെ, ഗുണകാംക്ഷ നിർഭരമായ മനസ്സോടെ നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിങ്കൽ നിന്ന് എന്റെ റബ്ബ് നിങ്ങളെ അറിയിക്കാൻ പറഞ്ഞ ദൗത്യങ്ങളൊക്കെ ഞാനിതാ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നു. അത് ഞാൻ എന്റെ സ്വന്തം വക ആലോചിച്ച് തീരുമാനിച്ചു പറയുന്നതൊന്നുമല്ല. വഅഅലമു മിനല്ലാഹ് അല്ലാഹുവിങ്കൽ നിന്ന് എനിക്ക് അറിവ് കിട്ടുന്നുണ്ട്, അല്ലാഹുവിങ്കൽ നിന്ന് ഞാൻ അറിയുന്നുണ്ട്. മാലാ തഅലമൂൻ നിങ്ങൾ അറിയാത്തത്, നിങ്ങൾക്ക് കിട്ടാത്ത അറിവ് എനിക്ക് കിട്ടുന്നുണ്ട് ജനങ്ങളെ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്ക്. ഞാൻ പഴച്ചവനല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബ് അവതരിപ്പിച്ചു തന്നിട്ടുള്ള അഥവാ നിങ്ങളോട് പറയാൻ എന്നെ ഏൽപ്പിച്ചിട്ടുള്ള സത്യത്തിന്റെ സന്ദേശങ്ങളെ കൃത്യമായി ഞാൻ നിങ്ങൾക്ക് സ്നേഹനിർഭരമായ ഗുണകാംക്ഷ നിർഭരമായ മനസ്സോടെ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരുകയാണ്. നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണേ, മനസ്സിലാക്കണേ. നൂഹ് അലൈഹിസ്സലാം വളരെ ശാന്തമായി ആ ജനങ്ങളോട് പറയാണ്. നമുക്കതിൽ മാതൃകയുണ്ട്. നിങ്ങൾ പഴച്ചോരാന്ന് പറയുമ്പോൾ നമ്മൾ ദേഷ്യം പിടിക്കല്ല. പഴച്ചിട്ടില്ല സഹോദരങ്ങളെ, ഞങ്ങൾ പഴവല്ല പറയുന്നത്. മഹാന്മാരായ അമ്പിയാക്കള് പഠിപ്പിച്ച ആദർശമാ പറയുന്നത് എന്ന് സമൂഹത്തോട് പറഞ്ഞ് പിന്നെയും ആ രംഗത്ത് പിടിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം. മാത്രമല്ല, അത് പറഞ്ഞപ്പോഴും ആ ജനത പിന്നെയും തട്ടിക്കയറുകയാണ്. പിന്നെയും നൂഹ് അലൈഹിസ്സലാമിനെ വഷളാക്കാൻ ശ്രമിക്കുകയാണ്. അവര് പറയുന്നു, വമാ നറാ ലക്കും അലൈനാ മിൻ ഫളൽ ബൽ നദുന്നുകും കാദിബീൻ. വമാ നറാ ലക്കും അലൈനാ ഞങ്ങളെക്കാൾ നിങ്ങൾക്ക് ഒരു പ്രത്യേകതയും ഞങ്ങൾ കാണുന്നില്ല. നിങ്ങൾക്ക് ഞങ്ങളെ അപേക്ഷിച്ച് ഒരു പ്രത്യേകതയും ഞങ്ങൾ കാണുന്നില്ല നൂഹേ. ബൽ നദുന്നുകും കാദിബീൻ മാത്രമല്ല നിങ്ങൾ കള്ളന്മാരാണ്.
നിങ്ങൾ നുണയാണ് പറയുന്നത്, നിങ്ങൾ വഞ്ചകന്മാരാണ്, നുണയന്മാരാണ്, അസത്യത്തിന്റെ വാദികളാണ്. അതിനും മഹാനവറുകൾ മറുപടി കൊടുത്തു സ്നേഹത്തോടെ. അതിനും മഹാനവറുകൾ ക്ഷോഭിക്കാതെ പ്രതികരിച്ചു. എന്താ അദ്ദേഹം പറയുന്നത്? ഖാല യാ ഖൗം അറഅയ്തും ഇൻ കുന്തു അലാ ബയ്യിനതിൻ മിർ റബ്ബി വആതാനി റഹ്മതൻ മിൻ ഇൻദിഹി ഫഉമ്മിയത് അലൈക്കും അനുൽസിമുകുമുഹാ വഅൻതും ലഹാ കാരിഹൂൻ. അദ്ദേഹം വളരെ സ്നേഹത്തോടെ പറയാണ്, എൻ്റെ ജനങ്ങളെ അറഅയ്തും, നിങ്ങൾ എന്താണ് അഭിപ്രായപ്പെടുന്നത്? ഇൻ കുന്തു അലാ ബയ്യിനതിൻ മിർ റബ്ബി, ഞാൻ എൻ്റെ രക്ഷിതാവിൻ്റെ അടുക്കൽ നിന്നുള്ള വ്യക്തമായ തെളിവുമായിട്ടാ വന്നു നിൽക്കുന്നത്. ഞാൻ എൻ്റെ റബ്ബിൽ നിന്നുള്ള വ്യക്തമായ തെളിവ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. വആതാനി റഹ്മതൻ മിൻ ഇൻദിഹി, അവൻ്റെ അടുക്കൽ നിന്നുള്ള റഹ്മത്ത് അവൻ എനിക്ക് നൽകിയിട്ടുമുണ്ട്. അഥവാ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എനിക്കല്ല നുബുവത്താകുന്ന റഹ്മത്ത് തന്നതുകൊണ്ടാണ്, റിസാലത്താകുന്ന റഹ്മത്ത് എനിക്ക് തന്നതുകൊണ്ട്. ആ റബ്ബ് എന്നെ അറിയിച്ച കൃത്യവും വ്യക്തവും സ്പഷ്ടവുമായ തെളിവുകളിലൂടെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഫഉമ്മിയത് അലൈക്കും, അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയാതെ പോയല്ലോ, അത് മനസ്സിലാക്കുന്നതിൽ നിങ്ങൾക്ക് അന്ധത ബാധിച്ചല്ലോ. എങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അനുൽസിമുകുമുഹാ, ഇനിയും എനിക്ക് നിങ്ങളെ നിർബന്ധിക്കാനാകുമോ? വഅൻതും ലഹാ കാരിഹൂൻ, നിങ്ങൾ ഈ യാഥാർത്ഥ്യങ്ങളുടെ നേരെ വെറുത്തു പിന്മാറുകയാണെങ്കിൽ, പിന്നെ നിങ്ങൾ ഇതിനോട് ഇനിയും വെറുത്തു മാറുകയാണെങ്കിൽ പിന്നെ നിങ്ങളോട് പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? മഹാനവറുകളുടെ നിസ്സഹായത, മഹാനവറുകളുടെ മനസ്സിന്റെ വിശാലത പൂർവം, നിങ്ങളിതൊന്നും അംഗീകരിക്കാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ നിങ്ങളെ നിർബന്ധിക്കാനൊന്നും എനിക്ക് കഴിയില്ലല്ലോ. ഞാൻ നിങ്ങളോട് പറയുന്നത് സത്യമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ റബ്ബ് എനിക്ക് തന്നിട്ടുള്ള നുബുവത്താകുന്ന റഹ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നിട്ടും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നുവെങ്കിൽ, നിങ്ങൾ ഇനിയും വിമുഖതയോടുകൂടെ പിന്തിരിയാനാണ് ഭാവമെങ്കിൽ, നിങ്ങളെ നിർബന്ധിച്ച് ഇതിലേക്ക് കൊണ്ടുവരാനൊന്നും എനിക്ക് കഴിയില്ലല്ലോ. എൻ്റെ ജനങ്ങളെ, എന്താ നിങ്ങൾ കാര്യം മനസ്സിലാക്കാതെ ഇത്ര അധപ്പതിച്ചു പോകുന്നത്? ഒന്ന് ചിന്തിക്കിൻ എന്ന മഹാനവറുകൾ ആ സമൂഹത്തോട് പിന്നെയും പറയുമ്പോ അവര് പിന്നെയും ചീത്ത ആരംഭിക്കുകയാണ്, പിന്നെയും ശകാരവർഷമാണ്. മാനറാക ഇല്ലാ ബശറം മിസ്ലനാ വമാ നറാക തബഅക ഇല്ലല്ലദീന ഹും അറാദിലുനാ ബാദിയർ റഅയ് വമാ നറാ ലകും അലൈനാ മിൻ ഫളൽ ബൽ നദുന്നുകും കാദിബീൻ. വീണ്ടും പറയാണ്, മാനറാക ഇല്ലാ ബശറം മിസ്ലനാ, നിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായിട്ടല്ലാതെ മറ്റൊന്നും കാണുന്നില്ല. നീ ഞങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യനായിട്ടല്ലാതെ നിന്നെ ഞങ്ങൾ കാണുന്നില്ല. മാത്രമല്ല, നൂഹേ വമാ നറാക തബഅക, നിന്നെ പിൻപറ്റിയവരായ ആളുകളുടെ സ്ഥിതി എന്താ? നിനക്കിപ്പോ കുറച്ച് അനുയായികളെ കിട്ടിയിട്ടുണ്ടല്ലോ, അവരുടെ സ്ഥിതി എന്താണ്? അവരാരാണ്? ഇല്ലല്ലദീനഹും അറാദിലുനാ, ഞങ്ങളുടെ കൂട്ടത്തിലെ താഴ്ന്ന വർഗക്കാരല്ലേ നിന്റെ പിന്നാലെ കൂടിയിട്ടുള്ളത്. ഒന്നിനും കഴിയാത്ത, 5 കാശിന് വകയില്ലാത്ത, ഒരു നിലക്കും സമൂഹത്തിൽ വെയിറ്റില്ലാത്ത, ആരുടെ മുമ്പിലും ഒരു മനുഷ്യനാണെന്ന് പറയാൻ പോലും ഗണിക്കാൻ പോലും പറ്റാത്തത്ര മോശക്കാരല്ലേ നിന്റെ പിന്നാലെ കൂടിയിരിക്കുന്നത്. അവര് തന്നെയും ചിന്തിക്കാതെയാ നിന്റെ പിന്നാലെ വന്നിരിക്കുന്നത്. ബാദിയർ റഈ, ഒരു നിലക്കും കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാതെ കേട്ടപാടെ അവർ നിന്നെ പിൻപറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ ഒരു ശ്രേഷ്ഠതയും ഇല്ല. നിങ്ങൾ വളരെ കളവ് പറയുന്നയാളായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അത് പറഞ്ഞു തീർന്നില്ല. പിന്നെയും പറയാണ്, മാ സമിഅനാ ഹാദാ ഫീ ആബാഇനൽ അവ്വലീൻ, ഞങ്ങളുടെ മുൻഗാമികളായ വാപ്പ ഉപ്പാപ്പമാരിൽ നിന്ന് ഞങ്ങൾ ഇതുവരെ ഇത് കേട്ടിട്ടില്ല. കണ്ടോ, ഏത് കാലത്തും അസത്യത്തിന്റെ ആളുകൾക്ക് പറയാനുള്ള മറുപടികൾ ഒന്നാണ്. നൂഹ് അലൈഹിസ്സലാമിനോട് ഇത്രയൊക്കെ തെളിവിന്റെ വെളിച്ചത്തിൽ മഹാനവറുകൾ ഇത്ര വിനയത്തോട് സംസാരിച്ചപ്പോഴും അവര് പറയുന്ന വാചകം കേട്ടില്ലേ? മാ സമിഅനാ ഹാദാ, ഞങ്ങൾ ഇത് കേട്ടിട്ടില്ലല്ലോ.
ഫീ ആബാഇനൽ അവ്വലീൻ, ഞങ്ങളുടെ പൂർവീകരായ പിതാക്കളൊന്നും നീ പറയുന്ന ഈ വാദം പറയുന്നത് കേട്ടിട്ടില്ലല്ലോ. അവരൊക്കെ വദ്ദിനെയും സുവാഴിനെയും യഹൂസിനെയും യഊഖിനെയും നസ്റിനെയും ഒക്കെ വിളിച്ചു പ്രാർത്ഥിച്ച് ആരാധിച്ചവരാണ്. നീ ഇപ്പോൾ അതൊക്കെ ശിർക്കാണെന്നാ പറയുന്നത്, അത് പാടില്ലെന്നാ നീ പറയുന്നത്. അതൊന്നും ഞങ്ങളുടെ മുൻഗാമികൾ പഠിപ്പിച്ചതല്ല, അവരാരും ഇത് പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടില്ല. അതുകൊണ്ട് നിനക്ക് നല്ല ഭ്രാന്താണെന്ന് അവരവസാനം പറഞ്ഞത്. ഇൻഹുവ ഇല്ലാ റജുലുൻ ബിഹി ജിന്നത്തുൻ, താങ്കൾക്ക് അതേ നിങ്ങൾക്ക് ഇയാൾ ആര് മാത്രമാണ്? ഒരു ജിന്ന് ബാധിച്ച അഥവാ ഭ്രാന്ത് പിടിച്ചിട്ടുള്ള ഒരു വ്യക്തി മാത്രമാണ്. വഖാലൂ മജ്നൂനും വസ്ദുജിർ, ഭ്രാന്തനാണെന്നവർ കൃത്യമായി പറഞ്ഞു. അവര് പറഞ്ഞു മജ്നൂൻ, നൂഹിന് ഭ്രാന്താണ്, നൂഹിന് ഭ്രാന്താണ് എന്ന് പറഞ്ഞു. മാത്രമല്ല അവര് പറഞ്ഞു നൂഹ് അലൈഹിസ്സലാമിനോട്, നിന്റെ പിന്നാലെ കൂടിയിട്ടുള്ളവർ വളരെ സാധുക്കളാണ്, ഒന്നിനും കൊള്ളാത്ത പാവങ്ങളാണ്, ഒരു വെയിറ്റും സമൂഹത്തിൽ ഇല്ലാത്ത ആളുകളാണ്. അവരെയൊക്കെ നിന്റെ മുമ്പെന്ന് അങ്ങ് ആട്ടിപ്പറഞ്ഞയച്ചാ ഒരു വേള ഞങ്ങൾ നീ പറയുന്നതൊക്കെ ഒന്ന് കേൾക്കാൻ വരാം. നോക്കണം നിങ്ങൾ അവരുടെ അഹങ്കാരം. നൂഹ് അലൈഹിസ്സലാമിന്റെ പിന്നാലെ കൂടിയിട്ടുള്ള മുഅ്മിനീങ്ങൾ അവര് പാവങ്ങളാണ് ഇവരുടെ കണക്കിൽ. അവര് സമൂഹത്തിൽ ഇവരുടെ അത്ര വെയിറ്റില്ലാത്ത പ്രമാണിമാരല്ല, വെയിറ്റുള്ള ആളുകളല്ല. ഇവരുടെ കണ്ണിൽ അവര് മോശക്കാരാണ്. അതുകൊണ്ട് അവരെ നിന്റെ അടുക്കൽ നിന്ന് ആട്ടിപ്പായിക്കണം എന്നതാണ് അവര് പറയുന്നതിന്റെ സൂചന. ഇത് മനസ്സിലാക്കിയ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് കൊടുക്കുന്ന മറുപടി നോക്കൂ. വയാ ഖൗമി ലാ അസ്അലുകും അലൈഹി മാലൻ ഇൻ അജ്രിയ ഇല്ലാ അലല്ലാഹ്, എന്റെ ജനങ്ങളെ, അള്ളാഹുവിന്റെ ദീനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതിന്റെ പേരിൽ ഞാൻ നിങ്ങളോട് പണം ചോദിക്കുന്നില്ല. എനിക്കതിന്റെ പ്രതിഫലം എന്റെ റബ്ബാണ് തരുന്നത്. അതുപോലെ നിങ്ങൾ എന്നെ പറഞ്ഞ് ആക്ഷേപിച്ചില്ലേ എന്റെ കൂടെ കൂടിയവരൊക്കെ പാവങ്ങളാണെന്ന്, അവരെ ഞാൻ ആട്ടിപ്പായിക്കണമെന്നല്ലേ നിങ്ങളുടെ വാദം? നിങ്ങളൊക്കെ വലിയ മുതലാളിമാരും എന്റെ കൂടെ കൂടിയ സാധുക്കളായ മുഅ്മിനീങ്ങളെ ഞാൻ എന്റെ പക്കല്ലെന്ന് എന്റെ അടുക്കല്ലെന്ന് ആട്ടിപ്പായിച്ചാ നിങ്ങൾ വരാമെന്നല്ലേ നിങ്ങൾ പറയുന്നത്? അതിന് ഞാൻ മറുപടി പറയട്ടെ. വമാ അന ബിതാരിദിൽ ലദീന ആമനൂ, സത്യവിശ്വാസികളെ ഞാൻ ഒരിക്കലും ആട്ടിപ്പായിക്കുകയില്ല. അവരെ ഞാൻ തള്ളിപ്പറയൂല, അവരെ ഞാൻ ഒരിക്കലും ആട്ടിപ്പായിക്കുകയില്ല. ഇന്നഹും മുലാഖൂ റബ്ബിഹിം, നിശ്ചയമായും അവർ അവരുടെ റബ്ബിനെ കണ്ടുമുട്ടുന്നവരാണ്. എങ്ങനെ ഞാൻ അവരെ ആട്ടിപ്പായിക്കുക? എന്റെ പിന്നാലെ വന്ന മുഅ്മിനീങ്ങളായ പാവങ്ങള് അവര് അവരുടെ റബ്ബിനെ കണ്ടുമുട്ടുന്നവരാണ്. വലാകിന്നീ അറാകും ഖൗമൻ തജ്ഹലൂൻ, നിശ്ചയമായും ഞാൻ നിങ്ങളെ ഒരു മൂഢന്മാരായ വിവരമില്ലാത്ത ജനങ്ങളായിട്ടാ ഞാൻ കാണുന്നത്. വിവരക്കേടല്ലേ നിങ്ങൾ ഈ പറയുന്നത്? വിശ്വാസികളായ അവര് നിങ്ങളുടെ അത്ര പണവും പ്രതാപവും ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരെ എന്റെ കൂട്ടത്തിൽ നാട്ടിപ്പായിക്കണമെന്നോ? നിങ്ങൾ എന്ത് വിവരക്കേടായി പറയുന്നത്? അവരും മരിച്ചാൽ അള്ളാനെ കണ്ടുമുട്ടേണ്ടവരല്ലേ? അള്ളാന്റെ അടുക്കൽ നിന്ന് എനിക്ക് ആരാ കാവല് തരാ ഞാൻ അവരെ ആട്ടിപ്പായിച്ചാൽ? അതാണ് മഹാനവറുകൾ തുറന്നു ചോദിക്കുന്നത്. വയാ ഖൗമി മൻ യൻസുറുനീ മിനല്ലാഹി ഇൻ തറത്തുഹും അഫലാ തദക്കറൂൻ. വയാ ഖൗമി, എന്റെ ജനങ്ങളെ, എന്റെ ജനങ്ങളെ, മൻ യൻസുറുനീ, ആര് എന്നെ സഹായിക്കും? മിനല്ലാഹ്, അള്ളാന്റെ ശിക്ഷയിൽ നിന്ന് ആരാണ് എന്നെ സഹായിക്കുക? ഇൻ തറത്തുഹും, ഈ മുഅ്മിനീങ്ങളെ ഞാൻ ആട്ടിപ്പായിച്ചാൽ, അഫലാ തദക്കറൂൻ, നിങ്ങൾ എന്തേ എത്ര ചിന്തിക്കാതായി പോയത്? എന്താ നിങ്ങൾ ചിന്തിക്കാത്തത് എന്ന് മഹാനവറുകൾ പറയാണ്. തീർന്നില്ല, അദ്ദേഹം വീണ്ടും പറയാണ്. വലാ അഖൂലു ലക്കും ഇൻദി ഖസാഇനുല്ലാഹി വലാ അഅലമുൽ ഗൈബ വലാ അഖൂലു ഇന്നി മലക് വലാ അഖൂലു ലില്ലദീന തസ്ദരി അഅ്യുനുകും ലൻ യുഅ്തിയഹുമുല്ലാഹു ഖൈറാ അല്ലാഹു അഅലമു ബിമാ ഫീ അൻഫുസിഹിം ഇന്നി ഇദല്ല മിനൽ ളാലിമീൻ. ഇതൊക്കെ സൂറത്ത് ഹൂദിൽ വന്ന പരാമർശങ്ങളാണ്. അള്ളാഹു പറയാണ്, നൂഹ് അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, ജനങ്ങളെ, അള്ളാഹുവിന്റെ ഖജനാവുകളൊക്കെ എന്റെ വക്കലാണെന്ന് ഞാൻ പറയുന്നില്ല. അള്ളാഹിന്റെ ഖജനാവുകളൊക്കെ അവന്റെ അടുക്കലാണ്, എനിക്കതിൽ കൈകാര്യകർത്തൃത്വമില്ല. വലാ അഅലമുൽ ഗൈബ, അദൃശ്യകാര്യം എനിക്ക് അറിയുകയുമില്ല, മറഞ്ഞ കാര്യം ഞാൻ അറിയുന്നവനുമല്ല.
വലാ ഖൂലു ഇന്നി മലക്കുൻ, ഞാനൊരു മലക്കാണ്, മനുഷ്യനല്ല എന്നും ഞാൻ പറയുന്നില്ല. വലാ അഖൂലു, അതുപോലെ ഞാൻ പറയാൻ തയ്യാറല്ല, ലില്ലദീന തസ്ദരീ അയുനുക്കും, നിങ്ങളുടെയൊക്കെ കണ്ണിൽ നിങ്ങൾക്ക് നിസ്സാരമായി തോന്നുന്ന ഈ മുഅ്മിനീങ്ങളുണ്ടല്ലോ, അവരെ കുറിച്ച് ഞാൻ പറയൂല. എന്തു പറയൂല? ലയ്യുതിയഹുമുല്ലാഹു ഖൈറാ, അല്ലാഹ് അവർക്ക് ഒരു നന്മയും കൊടുക്കൂല എന്ന് പറയാൻ എനിക്ക് കഴിയൂല. കാരണം അല്ലാഹു അഅലമു ബിമാ ഫീ അൻഫുസിഹിം, അവരുടെ മനസ്സുകളിലുള്ളത് അല്ലാഹ് കൃത്യമായി അറിയുന്നവനാണ്. അങ്ങനത്തെ ആളുകളെ കുറിച്ച് അവർക്ക് അല്ലാഹ് ഒരു ഖൈറും കൊടുക്കൂല എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുക്കൽ നിന്ന് ഞാൻ ആട്ടിപ്പായിച്ചാൽ ഇന്നി ഇദല്ല മിനദ്ദാലിമീൻ, അന്നേരം ഞാൻ കടുത്ത അക്രമികളിൽ പെട്ടുപോകും. നൂഹ് അലൈഹിസ്സലാം അവരുടെ ഓരോ കാര്യങ്ങൾക്കും തന്മയത്വത്തോടുകൂടെ മറുപടി പറയാണ്. അവസാനം അവര് പറഞ്ഞു, നൂഹ് അലൈഹിസ്സലാം പറഞ്ഞതിനൊന്നും പിന്നെ ഒന്നും തർക്കിക്കാൻ കഴിയുന്നില്ല, ഉത്തരം മുട്ടിപ്പോവുകയാണ്. ഉത്തരം മുട്ടുമ്പോ പിന്നെ എന്താ പറയേണ്ടത്? നിനക്ക് വല്ലാത്ത വാദപ്രതിവാദത്തിന് കഴിവുണ്ട്, എനിക്കതിനൊന്നും കഴിവില്ല എന്ന് പറഞ്ഞ് വേഗം ഒഴിഞ്ഞു പോകലാണ് പലരും ചെയ്യാറുള്ളത്. അത് വരും പ്രയോഗിച്ചു. പറഞ്ഞു, ഒന്നും ഉത്തരം പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നിന്റെ മാതിരി തർക്കിക്കാനൊന്നും കഴിയൂല, ഞങ്ങൾ പഠിപ്പിച്ചു തന്നത് ഞങ്ങൾ അവിടെ കൃത്യമായിട്ട് മുന്നോട്ട് പോകും, നിങ്ങളെ മാതിരി തർക്കിക്കാനൊന്നും ഞങ്ങൾ പഠിച്ചിട്ടില്ല, അത് വലിയ തർക്കക്കാരനാണ് എന്നും പറഞ്ഞ് ഒഴിഞ്ഞു പോകുന്ന പതിവ് പണ്ട് തുടങ്ങിയതാണ്. ഈ ഒഴിഞ്ഞു മാറ്റം, ഈ തെളിവുകളും ചാട്ടുളി പോലെയുള്ള പ്രയോഗങ്ങളുമൊക്കെ ആ ജനതയുടെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറുന്നു. അതവരെ വായടക്കുന്ന രൂപത്തിലുള്ള ശൈലിയായപ്പോ അവര് വേഗം പറഞ്ഞു ഒഴിയുകയാണ്. ഖാലൂ യാ നൂഹ് ഖദ് ജാദൽതനാ ഫഅക്സർത ജിദാലനാ ഫഅതിനാ ബിമാ തഇദുനാ ഇൻ കുൻത മിനസ് സാദിഖീൻ. അവര് പറഞ്ഞു, നൂഹേ ഖദ് ജാദൽതനാ, നീ ഞങ്ങളോട് ഇത്ര നേരമായിട്ട് വല്ലാതെ തർക്കിച്ചു, നീ ഒരുപാട് വാദപ്രതിവാദം നടത്തി. ഫഅക്സർത ജിദാലനാ, നിന്റെ തർക്കം വല്ലാതെ ഓവറായിട്ടുണ്ട്, നീ ഞങ്ങളോട് ഒരുപാട് തർക്കിച്ചു, നിനക്ക് അതിനെ തർക്കിക്കാൻ അറിയാം, അതൊക്കെ ഞങ്ങൾ സമ്മതിച്ചുതരാം. എന്നാൽ ഞങ്ങൾ ഒരൊറ്റ ചോദ്യം നിന്നോട് ചോദിക്കുകയാണ്, ഫഅതിനാ ബിമാ തഇദുനാ, നീ പറയുന്നത് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നീ ഞങ്ങളോട് ചില ശിക്ഷകൾ വാഗ്ദത്തം ചെയ്യുന്നുണ്ടല്ലോ, എങ്കിൽ അതൊന്ന് കൊണ്ടുവാ. ഇൻ കുൻത മിനസ് സാദിഖീൻ, നീ സത്യവാന്മാരിൽപ്പെട്ടവനാണെങ്കിൽ കൊണ്ടുവാ നിന്റെ ശിക്ഷ. അതാണ് പിന്നെ അവരോട് അവസാനത്തെ അവരുടെ വെല്ലുവിളി. നൂഹ് അലൈഹിസ്സലാം അതിനും മറുപടി കൊടുത്തു. ഖാല ഇന്നമാ യഅതീകും ബിഹില്ലാഹ് ഇൻശാ വമാ അൻതും ബിമുഅ്ജിസീൻ വലാ യൻഫഉകും നുസ്ഹി ഇൻ അറദ്തു അൻ അൻസഹകും ഇൻ കാനല്ലാഹു യുരീദു അൻ യുഗ്വിയകും ഹുവ റബ്ബുകും വ ഇലൈഹി തുർജഊൻ. എല്ലാം വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറയാണ് സഹോദരങ്ങളെ. എന്താ അദ്ദേഹം കൊടുത്ത മറുപടി? ഇന്നമ ശിക്ഷ കൊണ്ടുവാന്ന് പറഞ്ഞപ്പോ ഇന്നമാ യഅതീകും ബിഹില്ലാഹു ഇൻശാ, അല്ലാഹു ഉദ്ദേശിക്കുമ്പോ കൊണ്ടുവരുന്നതാണ് ശിക്ഷ, ഞാനല്ല നടപ്പിലാക്കേണ്ടത്. നിങ്ങൾക്ക് കിട്ടേണ്ട ശിക്ഷ അത് ആര് തരും? അത് അല്ലാഹു കൊണ്ടുവരും. അത് കൊണ്ടുവരുമ്പോ വമാ അൻതും ബിമുഅ്ജിസീൻ, അവനെ പരാജയപ്പെടുത്താനും അശക്തനാക്കാനും ഒന്നും നിങ്ങൾക്ക് കഴിയൂല. ശിക്ഷ വരുമ്പോ പിന്നെ അള്ളാന്റെ തീരുമാനം ഇറങ്ങുമ്പോ പിന്നെ അതിനെ തടുക്കാനൊന്നും നിങ്ങൾക്ക് ആർക്കും കഴിയൂല. ലോകം ഇന്നും അതിന് സാക്ഷിയല്ലേ. ലോകത്തെവിടെ എന്ത് അള്ളാഹുവിന്റെ ശിക്ഷയും പരീക്ഷണങ്ങളും ഇറങ്ങിയാലും അതിനെ തടുക്കാൻ ആരെ കൊണ്ടെങ്കിലും കഴിയോ? എത്ര ഉന്നതിയിലെത്തി, എത്ര വലിയ അധുനാധുന ടെക്നോളജി ഞങ്ങൾ നേടി എന്ന് പറയുന്ന ആരെ കൊണ്ടെങ്കിലും കഴിയോ? ഇന്നത് ഞങ്ങൾക്ക് തകർക്കാൻ കഴിയും, ഇന്നതിനെ പ്രതിരോധിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നു? ഇല്ല. അള്ളാഹുവിന്റെ തീരുമാനം അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാ പിന്നെ വമാ അൻതും ബിമുഅ്ജിസീൻ, അവനെ അശക്തരാക്കാൻ നിങ്ങൾക്ക് കഴിയൂല. റബ്ബെടുക്കുന്ന തീരുമാനത്തെ പ്രതിരോധിച്ച് താങ്ങി നിർത്തി നിങ്ങൾക്ക് കഴിയൂല. അതപ്പടി നിങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. തീർന്നില്ല. വലാ യൻഫഉകും നുസ്ഹി, എന്റെ ഉപദേശം നിങ്ങൾക്ക് ഫലം ചെയ്യൂല. ഇന്നറത്തു അൻസഹകും, ഞാൻ നിങ്ങളെ ഉപദേശിക്കാൻ വിചാരിച്ചിട്ടും ഇനി കാര്യമില്ല. ഇൻ കാനല്ലാഹു യുരീദു അൻ യുഗ്വിയകും,
നിങ്ങളെ നിങ്ങളുടെ രക്ഷിതാവ് പഴപ്പിക്കാൻ തന്നെയാണ്, നിങ്ങളുടെ ആ രൂപത്തിൽ നിങ്ങളെ അങ്ങ് വിടാൻ തന്നെയാണ് അവന്റെ ഉദ്ദേശമെങ്കിൽ ഞാൻ ഉപദേശിച്ചിട്ട് ഇനി നിങ്ങൾക്ക് പ്രയോജനമില്ല. ഹുവ റബ്ബുക്കും, അവനാണല്ലോ തീരുമാനിക്കേണ്ട രക്ഷിതാവ്. ഇലൈഹി തുർജഊൻ, അവങ്കലേക്ക് തന്നെയല്ലേ നിങ്ങൾ മടക്കപ്പെടേണ്ടതും എന്ന് പറഞ്ഞുകൊണ്ട് നൂഹ് നബി അലൈഹിസ്സലാം ശക്തമായി ആ ജനങ്ങൾക്ക് താക്കീത് കൊടുക്കുകയാണ്. അവസാനം അവരുടെ അവസാനത്തെ അടവ് അവരെടുത്തു. എന്താ പറഞ്ഞതെന്നറിയോ? കൊന്നുകളയും തന്നെ. ആദർശം കൊണ്ട് തോറ്റു, ആശയം കൊണ്ട് തോറ്റുപോയി, മറുപടി പറയാനൊന്നും കഴിയൂല, ഇവല്ലേ തർക്കക്കാരനാന്നൊക്കെ പറഞ്ഞു. നൂഹ് നബി അലൈഹിസ്സലാം അപ്പോഴും പറഞ്ഞു വളരെ കൃത്യമായ മറുപടി. പിന്നെ ഇനി അവസാനം എന്താ ചെയ്യാനുള്ളൂ എന്നും അങ്ങനെ തന്നെ ഉണ്ടാവുക. ഇനി കയ്യൂക്ക്, ഇനി കയ്യൂക്ക്, ഇനി കയ്യാങ്കളി. അതവർ നൂഹ് അലൈഹിസ്സലാമിന്റെ മുമ്പിലേക്ക് പറയുകയാണ്. ഖാലൂ ലഇല്ലം തൻതഹി യാ നൂഹ് ലതകൂനന്ന മിനൽ മർജൂമീൻ. നൂഹേ, നിന്റെ ഈ വാദങ്ങൾ നീ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ, ലഇല്ലം തൻതഹി യാ നൂഹ്, നൂഹേ നീ അവസാനിപ്പിക്കാൻ തയ്യാറില്ലെങ്കിൽ, ലതകൂനന്ന മിനൽ മർജൂമീൻ, നിന്നെ എറിഞ്ഞു കൊല്ലപ്പെടുന്നവരിൽ തന്നെ നീ ഉൾപ്പെട്ടു പോകും. എന്നെ എറിഞ്ഞു കൊല്ലും ഞങ്ങൾ, കൊണ്ടുവിടുന്ന വേഗം സ്ഥലം വിട്ടോ, നിന്നെ എറിഞ്ഞു കൊല്ലും ഞങ്ങൾ. അതുകൊണ്ട് നിന്റെ ഈ വാദമുഖങ്ങൾ അവസാനിപ്പിച്ച് വായും പൂട്ടി ഒരു ഭാഗത്ത് ഒഴിഞ്ഞിരുന്നോ, അതാ നല്ലത്, നിന്നെ വിടൂല ഞങ്ങൾ. അത് കേട്ടപ്പോൾ മഹാനായ നൂഹ് അലൈഹിസ്സലാം പതറിപ്പോയോ? പ്രബോധകന്മാരെ, ഓ മുസ്ലിമീങ്ങളെ, അള്ളാന്റെ ദീന് ജനങ്ങളോട് പറയുമ്പോ കുടുംബത്തിൽ നിന്നും വീട്ടുകാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും പലയിടത്തു നിന്നും അക്രമത്തിന്റെയും അതുപോലെയുള്ള ഭീഷണികൾ കേൾക്കുമ്പോ മിണ്ടാതിരിക്കാനാണോ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പഠിപ്പിക്കുന്നത്? അതോ എന്ത് മറുപടി പറയാനാ പഠിപ്പിച്ചത്? അവിടെയും മുസ്ലിമീങ്ങൾക്ക് ധീരമായ ഒരു മറുപടി നൂഹ് അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിലൂടെയുണ്ട്. അക്രമിക്കും, നിന്നെ എറിയും, നിന്നെ കൊന്നുകളയും എന്ന് പറഞ്ഞപ്പോ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ധീരമായ ഒരു വെല്ലുവിളി നടത്തുകയാണ്. അള്ളാഹുവിൽ നല്ല തവക്കുലുള്ളവർക്ക് മാത്രമേ ആ വെല്ലുവിളി നടത്താൻ കഴിയൂ. വിശുദ്ധ ഖുർആൻ ആ വെല്ലുവിളി പറയുന്നുണ്ട്. സൂറത്ത് യൂനുസിലെ 71-ാമത്തെ ആയത്ത് കേൾക്കൂ. വത്ലു അലൈഹിം നബഅ നൂഹ് إذ قال لقومه يا قوم إن كان كبر عليكم مقامي وتذكيري بآيات الله فعلى الله توكلت فأجمعوا أمركم وشركاءكم ثم لا يكن أمركم عليكم غمة ثم قضوا إلي ولا تنظرون. സൂറത്ത് യൂനുസിലെ 71-ാമത്തെ ആയത്ത് ശരിക്ക് ശ്രദ്ധിച്ചോ സഹോദര. എന്താ നൂഹ് അലൈഹിസ്സലാം പറയുന്നത്? കൊല്ലും നിന്നെ എന്ന് പറഞ്ഞപ്പോ എന്നാ പിന്നെ ഞാൻ ഈ പണി ഒഴിവാക്കുക, 950 കൊല്ലായില്ല ഞാനിത് നടത്തുന്നത്, ഇവരിഞ്ഞി എന്നെ കൊല്ലുന്നാ പറയുന്നത്, എന്നാ പിന്നെ ഇനി ഇവരോട് മിണ്ടണ്ട, ഓടി ഒളിക്കുക, ഇനി മതി, അത്രയൊക്കെ മതി എന്ന് വിചാരിച്ചു മാറിയോ? മഹാനവറുകൾ റബ്ബിന്റെ കാവലോടെ ഒരു വെല്ലുവിളി നടത്തുകയാണ്. അല്ല പറയുന്നു, വത്ലു അലൈഹിം നബഅ നൂഹിൻ, നൂഹിന്റെ വാർത്ത അവർക്കൊന്ന് ഓതിക്കൊടുക്കൂ നബിയെ. ഇത് ഖാല ലിഖൗമിഹി, അദ്ദേഹം തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം. കൊല്ലും എന്ന് പറഞ്ഞപ്പോ പറഞ്ഞതെന്താ? യാ ഖൗമി, എന്റെ ജനങ്ങളെ, ഇൻ കാന കബറ അലൈക്കും മഖാമി, എന്റെ ഈ ആദർശത്തിൽ ഉറച്ചു നിൽക്കുന്ന എന്റെ നിലപാട് നിങ്ങൾക്ക് വലുതായി തോന്നുന്നുവെങ്കിൽ, ഞാൻ എന്റെ സത്യത്തിന്റെ ആദർശത്തിൽ ഉറച്ചു നിൽക്കുന്നതും അള്ളാഹുവിന്റെ ആയത്തുകളെ കുറിച്ച് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നതുമൊക്കെ നിങ്ങൾക്ക് സഹിക്കാൻ വയ്യാതെ ആയിട്ടുണ്ടെങ്കിൽ, ഫഅലല്ലാഹി തവക്കൽത്, ഞാനിതാ എന്റെ കാര്യം മുഴുവനും എന്റെ റബ്ബിന്റെ മേൽ ഏൽപ്പിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് സഹിക്കാനാകുന്നില്ല അല്ലേ? എന്റെ ആദർശത്തിലുള്ള സ്ഥിരത നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല അല്ലേ? ഞാൻ നിങ്ങളെ ആയത്തോതിക്കൊണ്ട് വിശദീകരിക്കുമ്പോ നിങ്ങൾക്കത് സഹിക്കാനാകുന്നില്ല അല്ലേ? എങ്കിൽ എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ എന്നെ കൊല്ലുമല്ലേ, നിങ്ങൾ എന്നെ അട്ടിപ്പുറത്താക്കുമല്ലേ, നിങ്ങൾ എന്നെ ആക്രമിക്കുമെന്നൊക്കെയല്ലേ നിങ്ങൾ പറയുന്നത്? എങ്കിൽ ഞാനിതാ പ്രഖ്യാപിക്കുന്നു, അല്ലാഹുവിന്റെ മേൽ തവക്കൽതു, ഞാനിതാ ഭരമേൽപ്പിച്ചിരിക്കുന്നു.
ഞാൻ തവക്കുലാക്കി അല്ലാഹ്. ഇനി നിങ്ങളോട് എനിക്ക് ചിലത് പറയാനുണ്ട്. അദ്ദേഹം പറയാണ്, ഞാൻ എന്റെ റബ്ബിൽ തവക്കൽതു അലല്ലാഹ്, ഞാൻ തവക്കുലാക്കി. ആ തവക്കുലാക്കിയിട്ടാ ഞാൻ നിങ്ങളോട് പറയുന്നത്. എന്താ പറയുന്നത്? ഫഅജ്മിഉ അംറകും വശുറകാഅകും, എന്നാൽ നിങ്ങൾ നിങ്ങളുടെ പങ്കാളികളോടുകൂടി വന്നിട്ട് നിങ്ങളുടെ കാര്യം അങ്ങ് ഏകോപിച്ച് ഉറപ്പിച്ചുകൊള്ളുവീൻ. നിങ്ങളും നിങ്ങളുടെ പങ്കാളികളായ മനുഷ്യരിലും ജിന്നുകളിലും ഒക്കെപ്പെട്ട സകല ശൈത്താന്മാരെയും വിളിച്ച് നിങ്ങൾ ഒരുമിച്ച് കൂടിക്കോളി, നിങ്ങൾ ഒരുമിച്ച് കൂടിക്കോളൂ. സുമ്മലായകുൻ അംറുകും അലൈകും ഉമ്മ, നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് ഒരു അവ്യക്തതയും ഉണ്ടാകണ്ട, ഒളിച്ചും പാത്തുമൊന്നും നിങ്ങൾ തീരുമാനമെടുക്കണ്ട, രഹസ്യയോഗമൊന്നും നിങ്ങൾ ചേരണ്ട. പരസ്യമായി യോഗം കൂടിയിട്ട് എന്റെ കാര്യത്തിൽ ധൈര്യമുണ്ടെങ്കിൽ ഒരു തീരുമാനമെടുത്തോളൂ, ഒരു തുറന്ന തീരുമാനം പ്രഖ്യാപിക്കുക. എന്നിട്ട് സുമ്മ ഖുദൂ ഇലയ്യ, എന്റെ നേരെ നിങ്ങളത് നിർവഹിച്ചോളൂ. ഒന്നുകിൽ എറിഞ്ഞോളൂ, എന്നെ കൊന്നോളൂ, എന്നെ പീഡിപ്പിച്ചോളൂ, എന്നെ കഴുത്തറുത്തോളൂ, എന്നെ ഇല്ലാതെ ആക്കിക്കോളൂ, എന്നെ പീഡിപ്പിച്ചോളൂ, എന്നെ ആക്രമിച്ചോളൂ. ഫലാ തുൻളിറൂൻ, ഒരു കാലതാമസവും നിങ്ങൾ എനിക്ക് നൽകണ്ട. ഉടനെ യോഗം ചേർന്ന് തീരുമാനിച്ച് എന്നെ കൊല്ലാനുള്ള ഏർപ്പാട് ചെയ്തോ. എനിക്ക് പേടിയില്ലടാ, കാരണം ഞാൻ എൻ്റെ റബ്ബിൽ എല്ലാം ഏൽപ്പിച്ചു കഴിഞ്ഞിട്ടാ പുറപ്പെട്ടിരിക്കുന്നത്. കണ്ടോ, നോക്കൂ, പടച്ച റബ്ബിൽ നല്ല സിഖത്ത്, നല്ല ഉറച്ച വിശ്വാസവും ഈമാനും തവക്കുലൊന്നും ഇല്ലാത്തവനത് പറയാൻ കഴിയൂല. മഹാനായ നൂഹ് അലൈഹിസ്സലാം പ്രഖ്യാപിക്കാൻ വളരെ കൃത്യമായി ദാർഢ്യത, അദ്ദേഹത്തിന്റെ വിശ്വാസ ദാർഢ്യത, അദ്ദേഹത്തിന്റെ തവക്കുൽ. പിന്നെയും മഹാനവറുകൾ സഹനത്തോടെ മുന്നോട്ട് പോകുമ്പോ അവരുടെ അഹങ്കാരത്തിനൊരു കമ്മിയുമില്ല. അദ്ദേഹം തെളിവുദ്ധരിച്ചുകൊണ്ട് ശിർക്ക് ചെയ്യല്ല ജനങ്ങളെ എന്ന് പറയുമ്പോഴൊക്കെ അവരുടെ നേതാക്കന്മാര് അണികളെ വിളിച്ചുകൊണ്ട് പറയാൻ തുടങ്ങി, വഖാലൂ ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅൻ വലാ യഗൂസ വയഊഖ വനസ്റാ. അവര് പറഞ്ഞു അവരുടെ ജനങ്ങളോട്, നമ്മുടെ കാക്കകാരണവന്മാരായി ആരാധിച്ചു വന്നിരുന്ന ഇവരെയൊന്നും നിങ്ങൾ ഒഴിവാക്കരുത്. വദ്ദിനെയും സുവാഴിനെയും യഗൂസിനെയും യഊഖിനെയും നസ്റിനെയും ഒന്നും നിങ്ങൾ ഒഴിവാക്കരുത്. നിങ്ങൾ അവരെ തന്നെ വിളിച്ചു പ്രാർത്ഥിച്ചോളി. നൂഹ് ഈ പറയുന്ന പുത്തമ്പാതൊന്നും കേൾക്കണ്ട. എന്നിട്ടും അവരുടെ ആ ശാഠ്യം, അവരുടെ ആ ദുഷിച്ച നിലപാട് മഹാനായ നൂഹ് അലൈഹിസ്സലാമിന്റെ മുമ്പിൽ പരിഹാസവർഷമായി കൊണ്ട് പെയ്ത് വരുന്നേ. അപ്പോഴും മഹാനായ നൂഹ് അലൈഹിസ്സലാമിന് നിരാശയൊന്നുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, 1ഉം 2ഉം 10ഉം 100ഉം 200 ഒന്നും കൊല്ലല്ല. ഫലബിസ ഫീഹിം അൽഫ സനതിൻ ഇല്ലാ 50 ആമാ, 950 കൊല്ലം അദ്ദേഹം അവരിൽ പിടിച്ചു നിൽക്കുകയാണ്. രാത്രിയും പകലും പരസ്യവും പരസ്യമായിട്ടൊക്കെ ഇത് പറഞ്ഞിട്ട് അവസാനം അള്ളാഹ് തന്നെ നൂഹ് നബി അലൈഹിസ്സലാമിന് വഹീ കൊടുത്തു. എന്താ വഹീ കൊടുത്തത്? വഊഹിയ ഇലാ നൂഹ് അന്നഹു ലൻ യുഅ്മിന മിൻ ഖൗമിക ഇല്ലാ മൻ ഖദ് ആമന ഫലാ തബ്തഇസ് ബിമാ കാനൂ യഫ്അലൂൻ. വഊഹിയ ഇലാ നൂഹ്, നൂഹിന് വഹീ നൽകപ്പെട്ടു. എന്താ അള്ളാഹ് അറിയിച്ചത്? നൂഹേ, അന്നഹു ലൻ യുഅ്മിന മിൻ ഖൗമിക, ഇനി നിന്റെ ജനങ്ങളിൽ നിന്ന് വിശ്വസിക്കൂല. ഇല്ലാ മൻ ഖദ് ആമന, മുമ്പ് വിശ്വസിച്ചവരാരോ അവരല്ലാത്ത പുതുമുഖങ്ങൾ ഇനി ഇതിലേക്ക് കടന്നു വരൂല. ഇനി ആരും വിശ്വസിക്കൂല നൂഹേ നിന്നെ. ഇപ്പൊ എത്ര ആളാ നിന്റെ കൂടെ ഉള്ളത്? അവരെ ഉണ്ടാവൂ. ഇനി ആരും നിന്നെ വിശ്വസിക്കൂല. അതുകൊണ്ട് ഫലാ തബ്തഇസ്, നീ ദുഃഖിതനാവരുത്, നീ ദുഃഖപ്പെടരുത്, സങ്കടപ്പെടരുത്. ബിമാ കാനൂ യഫ്അലൂൻ, ഈ ജനതയുടെ പ്രവൃത്തി കണ്ടിട്ട് നിനക്ക് സങ്കടം വരണ്ട, ഈ ജനതയുടെ പ്രവൃത്തി കണ്ടിട്ട് നീ ദുഃഖിതനാവണ്ട. ഇനി അവരുടെ കൂട്ടത്തിൽ വിശ്വസിച്ചവരല്ലാത്ത ഒരു പുതുമുഖവും ഇനി ഇതിലേക്ക് കടന്നു വന്ന മുഅ്മിനീങ്ങളാകൂല. നൂഹ് അലൈഹിസ്സലാമിനെ അല്ലാഹ് സമാധാനിപ്പിക്കുന്നു. ആ നേരത്താണ് നൂഹ് നബി അലൈഹിസ്സലാം എന്ത് ചെയ്യുന്നത്? പ്രാർത്ഥിക്കുക. ഇനി വിശ്വസിക്കൂലാന്ന് അള്ളാഹ് അറിയിച്ചു കൊടുത്തല്ലോ. ഇതുവരെയും പ്രതീക്ഷയുണ്ടായിരുന്നു, നന്നാവും, എൻ്റെ നാട്ടുകാർ നന്നാവും, ഞാൻ അവരോട് പറയട്ടെ, അവരെ ഉപദേശിക്കട്ടെ, തെളിവുകൾ അവരോട് മുമ്പിൽ പറയട്ടെ, കൃത്യമായി ഞാൻ അവതരിപ്പിക്കട്ടെ, നന്നായിക്കോളും എന്ന പ്രതീക്ഷയിലായിരുന്നു ഇതുവരെ. പക്ഷേ ഇപ്പൊ ലോകത്തിന്റെ നാഥൻ വഹി കൊടുത്തിട്ടുണ്ട്, നൂഹേ ഇതുവരെ വിശ്വസിച്ചവരെ വിശ്വസിക്കൂ, ഇനി വിശ്വസിക്കൂല എന്ന് പറഞ്ഞപ്പോൾ
നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അതുവരെയുമായി പ്രയോഗിച്ചിട്ടില്ലാത്ത ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു. മഹാനവറുകൾ പ്രാർത്ഥിക്കുകയാണ്, റബ്ബി ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറാ ഇന്നക ഇൻ തദർഹും യുദില്ലു ഇബാദക വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറാ. എങ്കിൽ റബ്ബേ, ഭൂമുഖത്ത് നീ ഒരു കാഫിറിനെയും ബാക്കിയാക്കല്ലേ. നീ അവരെ ഉപേക്ഷിച്ചിട്ട് പോയാൽ അവരുടെ വരും തലമുറ പോലും നിന്റെ അടിമകളെ പഴപ്പിക്കുകയാണ് ചെയ്യുക. അവരിൽ നിന്ന് നിഷേധികളും അതുപോലെ തന്നെ തെമ്മാടികളുമായവരല്ലാതെ ഇനി അവരിൽ നിന്ന് ജനിക്കാൻ മാർഗമില്ലെന്ന് കാണുന്നു. അലൈഹിസ്സലാം റബ്ബിനോട് ആ ജനതക്കെതിരെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ച കാര്യത്തെക്കുറിച്ച് പോലും മഹാനവറുകളുടെ മനസ്സിൽ വിഷമുണ്ട് എന്നാണ്. അങ്ങനെ ഒരു സമൂഹത്തിനെതിരെ ഞാൻ പ്രാർത്ഥിച്ചല്ലോ, അതിന് അള്ള എന്നെ പിടികൂടോന്ന് വരെ നൂഹ് നബി അലൈഹിസ്സലാം ഭയപ്പെട്ടിരുന്നു എന്നാണ്. അതെവിടുന്നാ നമുക്ക് മനസ്സിലാകുന്നത്? അതെവിടുന്നാ നമുക്ക് മനസ്സിലാവുക? നൂഹ് നബിയുടെ മനസ്സിൽ ആ പ്രാർത്ഥനയുടെ കാര്യത്തിൽ തന്നെ അള്ളാഹു അതിനെക്കുറിച്ച് വല്ല വിചാരണയും പ്രത്യേകം നടത്തുവോ? ഒരു സമൂഹത്തിനെതിരിൽ പ്രാർത്ഥിച്ചതിന്റെ പേരിൽ അള്ളാഹു എന്നെ ചോദ്യം ചെയ്യുമോ എന്ന ഒരു ശങ്ക മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മനസ്സിൽ നിലവിലുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഏത് ഹദീസിലൂടെയാണ്? ശഫാഅത്തിന്റെ ഹദീസിലൂടെ. നാളെ പരലോകത്ത് മഹാന്മാരായ പ്രവാചകന്മാരെ സമീപിച്ച് ആദം നബി അലൈഹിസ്സലാമിനെ സമീപിക്കുമ്പോൾ നൂഹ് അലൈഹിസ്സലാമിനെ സമീപിച്ചോളൂ. ജനങ്ങളൊക്കെ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ പോയിട്ട് പറയും, അൻത അവ്വലു റസൂലിൻ അർസലഹുല്ലാഹു ഇലൽ അർളി, ഭൂമിയിലേക്ക് അള്ളാഹു അയച്ചിട്ടുള്ള ആദ്യത്തെ റസൂലാണല്ലോ താങ്കൾ. ഇശ്ഫഅലനാ ഇൻദ റബ്ബിക, താങ്കളുടെ രക്ഷിതാവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് റെക്കമെൻഡ് പറഞ്ഞാലും. ഫയഖൂലു, അപ്പോൾ അദ്ദേഹം പറയും, നഫ്സി നഫ്സി, എന്റെ കാര്യം തന്നെ, എന്റെ കാര്യം തന്നെ. എന്താ സംഭവിക്കുക എന്ന് എനിക്കറിയില്ല. കാരണം ഇന്നി ദഅഉതു അലാ ഖൗമി, ഞാൻ എന്റെ ജനതക്കെതിരെ ദ്വയർന്ന ആളാ, ഞാൻ എന്റെ സമൂഹത്തിനെതിരെ പ്രാർത്ഥിച്ച ആളാണ്. അതുകൊണ്ട് അതിന്റെ പേരിൽ വല്ല നടപടി ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നോക്കൂ നിങ്ങൾ, അവസാന ഘട്ടത്തിലെ മഹാനവറുകൾ മനം നൊന്ത് തേടിയിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ഇനിയും സൂറത്ത് ശുഅറായിലും കാണാം. ഖാല റബ്ബി ഇന്ന ഖൗമി കദ്ദബൂൻ ഫഫ്തഹ് ബൈനി വബൈനഹും ഫത്ഹാ വനജ്ജിനി വമൻ മഇയ മിനൽ മുഅ്മിനീൻ. അവരുടെ ശല്യം സഹിക്ക വയ്യാതായപ്പോ മഹാനവറുകൾ പ്രാർത്ഥിച്ചു, റബ്ബി, എന്റെ രക്ഷിതാവേ, ഇന്ന ഖൗമി, നിശ്ചയമായും എന്റെ ജനത, കദ്ദബൂൻ, അവരെന്നെ കളവാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഫഫ്തഹ് ബൈനി വബൈനഹും ഫത്ഹാ, എനിക്കും അവർക്കുമിടയിൽ നീ ഒരു തുറന്ന തീരുമാനമെടുക്ക്, ഒരു തുറന്ന തീരുമാനമെടുക്ക റബ്ബേ. വനജ്ജിനി വമൻ മഇയ മിനൽ മുഅ്മിനീൻ, എന്നെയും എന്നെ പിൻപറ്റിയിട്ടുള്ള എന്റെ കൂടെയുള്ള മുഅ്മിനീങ്ങളെയും നീ രക്ഷിക്കണേ അല്ലാഹ്. നൂഹ് അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന, അദ്ദേഹത്തിന്റെ പ്രാർത്ഥന. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് സൂറത്തുൽ ഖമറിലും പറയുന്നുണ്ട്, ഫദഅ റബ്ബഹു അന്നീ മഗ്ലൂബുൻ ഫന്തസിർ. നൂഹ് തന്റെ രക്ഷിതാവിനെ വിളിച്ചു ദുആയിരുന്നു, അന്നീ മഗ്ലൂബ്, ഞാനിതാ പരാജയപ്പെടുത്തപ്പെടുന്ന അവസ്ഥയിലായി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഫന്തസിർ, റബ്ബേ നീ എന്നെ സഹായിച്ചാലും. മഹാനവറുകളുടെ പ്രാർത്ഥനയാണ്. അങ്ങനെ അദ്ദേഹം റബ്ബിനോട് പ്രാർത്ഥിച്ചപ്പോ ആ പ്രാർത്ഥനയെക്കുറിച്ചും അള്ളാഹ് പറയുന്നുണ്ട്. സാഫാത്തിലെ 75-ാമത്തെ ആയത്തിൽ, വലഖദ് നാദാനാ നൂഹ് ഫലനിഅമൽ മുജീബൂൻ. നൂഹ് നമ്മളെ വിളിച്ചു, അള്ളാഹ് പറയാണ്, നൂഹ് നമ്മളെ വിളിച്ചു തേടി. ഫലനിഅമൽ മുജീബൂൻ, എത്ര നല്ല ഉത്തരമാ നമ്മൾ കൊടുത്തത്. നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹിനെ വിളിച്ചു, അള്ളാഹിനോട് മനന്നൊന്ന് തേടി, അള്ളാഹു ഉത്തരം കൊടുക്കുകയാണ്. എന്താ ഉത്തരം കൊടുത്തത്? ഉത്തരം കൊടുത്തു നൂഹ് അലൈഹിസ്സലാമിന്. അള്ളാഹു പറഞ്ഞു, നൂഹേ, ഇനി നോക്കിയിട്ട് കാര്യമില്ല, എന്നോട് ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അതെന്താ? വസ്നഇൽ ഫുൽക ബിഅയുനിനാ വവഹീനാ വലാ തുഖാതിബ്നി ഫില്ലദീന ളലമൂ ഇന്നഹും മുഗ്റഖൂൻ. വസ്നഇൽ ഫുൽക, നീ ഒരു കപ്പൽ ഉണ്ടാക്കണം, നീ ഒരു കപ്പൽ നിർമ്മിക്കണം.
നീ ഒരു കപ്പൽ നിർമ്മിക്കണം. ബി അയ്യുനിനാ, നമ്മുടെ മേൽനോട്ടത്തിലായിക്കൊണ്ട് നീ ഒരു കപ്പൽ ഉണ്ടാക്കണം. വവഹീനാ, നമ്മുടെ നിർദ്ദേശമനുസരിച്ച്. കണ്ടോ, ആ ആയത്ത് വിശദീകരിക്കുമ്പോൾ മുഫസ്സിരീങ്ങൾ ഒരു കാര്യം പറഞ്ഞു. കപ്പൽ നിർമ്മാണം എന്ന് പറയുന്ന പ്രക്രിയ ലോകത്ത് ആദ്യമായി നടപ്പിൽ വരുത്തണം. അതെങ്ങനെയെന്ന് നൂഹ് നബിക്ക് അറിയൂല. അതുകൊണ്ട് അള്ളാഹ് അറിയിച്ചു കൊടുക്കണം. അതാ വഹീന എന്ന് പറഞ്ഞു. നമ്മുടെ മേൽനോട്ടത്തിലുമായിരിക്കണം, ഞാൻ പറയുന്നത് പോലെ ചെയ്യണം. അവിടെ നാണിയടിക്ക്, ഇവിടെ അത്ര പലകമുറിക്ക്, ഇവിടെ എങ്ങനെ ചെയ്യ്, കൃത്യമായി. വഹീന, നമ്മുടെ നിർദ്ദേശമനുസരിച്ചും നമ്മുടെ മേൽനോട്ടത്തിലായിക്കൊണ്ടും നീ ഒരു കപ്പൽ ഉണ്ടാക്കണം. വലാ തുഖാതിബ്നീ ഫില്ലദീന ളലമൂ, അക്രമം പ്രവർത്തിച്ച ജനതയുടെ കാര്യത്തിൽ നീ എന്നെ അഭിസംബോധന ചെയ്ത് ഇനി സംസാരിക്കണ്ട. ഇന്നഹും മുഗ്റഖൂൻ, അവരുടെ കാര്യം തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്, അവര് മുക്കിക്കൊല്ലപ്പെടും. ഇനി അവരെ കുറിച്ച് പരാതിയൊന്നും പറയണ്ട, ഇനി അവരെ കുറിച്ചൊന്നും പറയണ്ട. അത് സമയമാവുമ്പോൾ അത് നടപ്പിലാവും, അവരൊക്കെ മുക്കി നശിപ്പിക്കപ്പെടും. അങ്ങനെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അതാ ഒരിറ്റ് വെള്ളമില്ലാത്ത, കടലോ സമുദ്രമോ ഒന്നുമില്ലാത്ത പ്രദേശത്ത് നിന്നുകൊണ്ട് കപ്പലിന്റെ പണി ആരംഭിക്കുകയാണ്. വയസ്നഉൽ ഫുൽക വകുല്ലമാ മറ അലൈഹി മലഉം മിൻ ഖൗമിഹി സഖിറൂ മിൻ ഖാല ഇൻ തസ്ഖറൂ മിന്നാ ഫഇന്നാ നസ്ഖറു മിൻകും കമാ തസ്ഖറൂൻ فسوف تعلمون من يأتيه عذاب يخزيه ويحل عليه عذاب مقيم. സൂറത്ത് ഹൂദ് 37, 38, 39 ആയത്തുകളിലൂടെ അല്ലാഹ് പറയാണ് വയസ്നഉൽ ഫുൽക. നൂഹ് അലൈഹിസ്സലാം കപ്പൽ പണി ആരംഭിക്കുകയാണ്. കപ്പലിന്റെ പണി ആരംഭിക്കുകയാണ്. കപ്പലിന്റെ പണി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. വകുല്ലമാ മറ അലൈഹി മലഉം മിൻ ഖൗമിഹി, നൂഹ് അലൈഹിസ്സലാമിന്റെ സമീപത്തുകൂടെ അദ്ദേഹത്തിന്റെ നാട്ടിലെ പ്രമാണിമാരിങ്ങനെ നടന്നു പോകുമ്പോ സഖിറൂ മിൻഹു, നൂഹ് അലൈഹിസ്സലാമിനെ അവർ പരിഹസിച്ച് ചിരിക്കാൻ തുടങ്ങി. രണ്ട് പരിഹാസങ്ങൾ അവർ പറഞ്ഞു. ഒന്ന് പറഞ്ഞു, ഇതുവരെ നബിയാന്നാ പറഞ്ഞത്, ഇപ്പൊ ആശാരിയ. ഇതുവരെ നബിയാന്നാ പറഞ്ഞത്, ഇപ്പൊ ആശാരിപ്പണി എടുക്കുന്ന ആളാണല്ലേ, നല്ല മണ്ടനാ. രണ്ടാമത്തെ പരിഹാസം, നല്ല മണ്ടണ്ട്, നല്ല മണ്ടനാണ്, മരമണ്ടൻ. എന്താ കാരണം? എവിടെയാടോ ഈ കപ്പൽ ഓടിക്കേ? റോട്ടിലാ. ഇവിടെ വെള്ളണ്ട. ഒരു വെള്ളമില്ലാത്ത സ്ഥലത്ത് നീ കപ്പലുണ്ടാക്കിയിട്ട് ആ കപ്പൽ നീ എവിടെ ഓട്ടാനാ വിചാരിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൽ നടന്നു പോകുന്നവരൊക്കെ നൂഹ് നബി അലൈഹിസ്സലാമിനെ പരിഹസിക്കുമ്പോൾ ആ മഹാനായ മനുഷ്യന്റെ മനസ്സിൽ എത്ര വേദനയുണ്ടാകും. റബ്ബിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് മഹാനവറുകൾ തിരിച്ചു മറുപടി എന്താ പറഞ്ഞത്? ഖാല ഇൻ തസ്ഖറൂ മിന്നാ, അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ ഇപ്പോൾ പരിഹസിക്കുന്നുവല്ലേ, നിങ്ങൾ ഞങ്ങളെ പരിഹസിക്കുന്നുവല്ലേ, എങ്കിൽ എനിക്ക് നിങ്ങളോടൊന്ന് പറയാനുണ്ട്. ഫഇന്നാ നസ്ഖറു മിൻകും, ഞങ്ങൾ നിങ്ങളെയും പരിഹസിക്കുന്ന ഒരു കാലം വരും. കമാ തസ്ഖറൂൻ, നിങ്ങളിപ്പോ പരിഹസിക്കുന്നതിന് പകരമായി നിങ്ങളെ തിരിച്ചു പരിഹസിക്കുന്ന ഒരു കാലം വരും കേട്ടോ. ഫസൗഫ തഅലമൂൻ, വഴിയെ നിങ്ങൾക്ക് മനസ്സിലാകാറാകും. മയ്യഅ്തീഹി, ആർക്കാണ് വന്നെത്തുക എന്ന്. അദാബുൻ യുഖ്സീഹി, അവനെ നിന്ദിക്കുന്ന ശിക്ഷ ആർക്കാണ് ഇവിടെ വരാൻ പോകുന്നതെന്ന് നിങ്ങൾക്കറിയാം. വയഹില്ലു അലൈഹി അദാബുൻ മുഖീം, ശാശ്വതമായി നിലനിൽക്കുന്ന ഒരു ശിക്ഷയും ആരിലാണ് ഇറങ്ങുന്നതെന്ന് നിങ്ങൾ അറിയാൻ പോകുന്നു. അതുകൊണ്ട് പരിഹസിച്ചോ, ഞങ്ങൾക്ക് പ്രശ്നമില്ല, കാത്തിരുന്ന് കാണാം നമുക്ക്. നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ വഹി അനുസരിച്ച് കൃത്യമായി മറുപടി പറയുകയാണ്. ഇവിടെ സഹോദരന്മാരെ, ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു, ഇസ്ലാമിക പ്രബോധകന്മാരോട്, മുസ്ലിമീങ്ങളോട്, മുസ്ലിമീങ്ങൾ ഈ ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കണം. എന്താണെന്നോ, അള്ളാന്റെ ദീനിന്റെ പേരിൽ പരിഹാസം കേൾക്കേണ്ടി വരുമ്പോ ആദർശരംഗത്തൊന്ന് ഒളിച്ചോടരുത് മുസ്ലിമീങ്ങളെ. ദീൻ അനുസരിച്ച് ജീവിക്കുന്നതിന്റെ പേരിൽ പരിഹാസം കേൾക്കേണ്ടി വരും. അത് ലോകത്തിന്റെ ചരിത്രമാണ്. ശിർക്കിനെതിരെ ലോകത്തേക്ക് നിയുക്തനായ ഒന്നാമത്തെ പ്രവാചകനെയും ജനങ്ങൾ പരിഹസിച്ചിട്ടുണ്ട്. പിന്നെയാണോ നിങ്ങൾ
അതുകൊണ്ട് പരിഹാസം മുഅ്മിനീങ്ങൾക്ക് കേൾക്കേണ്ടി വരും, പരിഹാസം മുഅ്മിനീങ്ങൾ കേൾക്കുക തന്നെ ചെയ്യേണ്ടി വരും. ആ പരിഹാസം കേൾക്കുമ്പോൾ നിങ്ങൾ സഹിക്കണം, കാരണം പരലോകമുണ്ട്. അതാണ് അല്ലാഹ് പറയുന്നത്, ഇന്നല്ലദീന അജ്റമൂ കാനൂ മിനല്ലദീന ആമനൂ യദ്ഹകൂൻ വഇദാ മർറൂ ബിഹിം യതഗാമസൂൻ وإذا انقلبوا إلى أهلهم انقلبوا فكهين وإذا رأوهم قالوا إن هؤلاء لضالون وما أرسلوا عليهم حافظين فاليوم الذين آمنوا من الكفار يضحكون على الأرائك ينظرون هل ثوب الكفار ما كانوا يفعلون. സൂറത്തുൽ മുത്തഫിഫീൻ വളരെ കൃത്യമായിട്ട് നമുക്കൊക്കെ മനഃപ്പാടമുള്ള, പലർക്കും മനഃപ്പാടമുള്ള സൂറത്താണ്. അതിൽ അല്ലാഹ് മുഅ്മിനീങ്ങളോടൊരു പാഠം പറയുകയാണ്. എന്ത്? ഇന്നല്ലദീന അജ്റമൂ, നിശ്ചയമായും കുറ്റവാളികളായ ആളുകൾക്കൊരു പതിവുണ്ട്. കാനു, അവരായിരുന്നു, മിനല്ലദീന ആമനൂ യദ്ഹകൂന, മുഅ്മിനീങ്ങളെ നോക്കിയിട്ട് അവര് പരിഹസിച്ച് ചിരിക്കാറുണ്ടായിരുന്നു. കണ്ടോ അവന്റെ ഒരു ചപ്പറത്താടി കണ്ടില്ലേ, കണ്ടോ അവന്റെ മുണ്ട് കണ്ടില്ലേ, ബിരിയാണിക്ക് മുകളിൽ കയറ്റി കൊടുത്തൊരു മുണ്ട് കണ്ടില്ലേ, എന്തൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്ന ആളുകളുണ്ട്. ദീനനുസരിച്ച് ജീവിക്കുന്നതിന്റെ പേരിൽ എന്തൊക്കെ കുത്തുവാക്കുകൾ മുസ്ലിമീങ്ങൾ കേൾക്കേണ്ടി വരുന്നുണ്ട്. എന്തൊക്കെയാ പറയുന്നത്? മുട്ടിന് താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന മിനിസ്കർട്ട് ധരിച്ചവരെന്ന് പറയുന്നു. എന്തേ? കണങ്കാലിന്റെ മീതെ ഉയർത്തിപ്പിടിച്ച തുണി ഉടുക്കുന്നവരെ നോക്കിയിട്ട് മുട്ടിന് താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന മിനിസ്കർട്ടാണ് അയാൾ ധരിച്ചിട്ടുള്ളതെന്ന് കണ്ണുകൊണ്ട് കുത്തിപ്പറയുന്ന, നോക്കിപ്പറയുന്ന ആളുകളുണ്ട്. ബാർബറുടെ കരങ്ങൾ ഇന്നേ വരെ തലോടിയിട്ടില്ലാത്ത താടിരോമങ്ങളും ചപ്രത്തലയും താടിയും കൊണ്ടാവൻ നടക്കുന്നതെന്ന് പരിഹസിക്കുന്നവരില്ലേ മുഅ്മിനീങ്ങളെ നോക്കിയിട്ട്? അതുപോലെ തന്നെ ഒരു പെണ്ണ് പർദ്ദ ധരിച്ച് നടന്നാൽ, ഇനി സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ട് അവളുടെ മുഖം മറച്ച് നടന്നാൽ, കണ്ടോ അവളതാ സഞ്ചരിക്കുന്ന ഒരു ശിവലിംഗമാണ് ആ റോട്ടിലൂടെ നടന്നു പോകുന്നതെന്ന് പരിഹസിക്കുന്നവരില്ലേ? അങ്ങനെ ഇസ്ലാമിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ആരെങ്കിലും സൂക്ഷ്മതയോടെ ജീവിക്കുമ്പോ, ഏതെങ്കിലും ആളുകൾ പരിഹസിച്ച് ചിരിക്കുമ്പോ വിഷമിക്കരുത് മുസ്ലിമേ. കാരണം എന്താ? റബ്ബ് പറയുന്നു, മുഅ്മിനീങ്ങളെ നോക്കിയിട്ട് കാഫിറുകളും തെമ്മാടികളും ചിരിച്ചിരുന്നു. ഇദാ മർറൂ ബിഹിം യതഗാമസൂന, അവരുടെ സമീപത്തുകൂടെ നടന്നു പോകുമ്പോ അവര് കണ്ണിട്ട് കാണിക്കാറുണ്ട്. യതഗാമസൂന, അവര് കണ്ണുകൊണ്ട് കണ്ണിട്ട് കാണിക്കും. പോകുന്ന കണ്ടില്ലേ, കണ്ടോ അവനെ കണ്ടില്ലേ, വഹാബിയെ കണ്ടില്ലേ, അവനെ കണ്ടില്ലേ, ഇവനെ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് അല്ലാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് വിശ്വസിച്ച് ആചരിച്ചു പോരുന്ന ആളുകളെ കുറിച്ച് കുത്തിപ്പറയുന്നവർ, എന്നിട്ട് ആ രൂപത്തിലുള്ള പരിഹാസങ്ങളൊക്കെ നടത്തിയിട്ട് വഇദൻഖലബൂ ഇലാ അഹ്ലിഹിം ഖലബൂ ഫക്കിഹീൻ, അവരുടെ കുടുംബത്തിലേക്ക്, ആൾക്കാരിലേക്ക് മടങ്ങിച്ചെന്നാൽ അവരതും പറഞ്ഞിട്ട് ഇങ്ങനെ ആനന്ദിക്കും. ഞാൻ ഇന്നൊരുത്തനെ കണ്ടു, കണക്കിന് പരിഹസിച്ചിട്ടുണ്ട്, അവനെ നല്ലോണം കൊടുത്തിട്ടുണ്ട്, അവനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ പരിഹസിച്ചത് പറഞ്ഞിട്ട് അവരിങ്ങനെ ആനന്ദിക്കുകയാണ്. വീട്ടിൽ വന്നിട്ട്, കുടുംബത്തിൽ വന്നിട്ട്, അവന്റെ ആളുകളുടെ അടുക്കൽ വന്നിട്ട്. മാത്രമല്ല വൈദാറൗഹും, മുഅ്മിനീങ്ങളെ ഇവര് കാണുമ്പോ ഖാലു, അവര് പറയും, ഇന്ന ഹൗലാഇ ലദാല്ലൂൻ, കണ്ടോ പഴച്ചോനാ പോകുന്നത്, പഴച്ചോനാ പോകുന്നത്, പുത്തമ്പാതിയാ പോകുന്നത്. വമാ ഉർസിലു അലൈഹിം ഹാഫിളീൻ, അല്ലാഹ് പറയാണ്, ഇവരുടെ കാര്യം നോക്കാൻ അല്ലാഹ് ഇവരെ അയച്ചിട്ടില്ലല്ലോ. ഇവരുടെ കാര്യം നോക്കാൻ അല്ലാഹ് ഇവരെ ഏൽപ്പിച്ചിരുന്നോ? ഇവരിതൊക്കെ പറയാൻ ഇവരെ അല്ലാഹ് അങ്ങനെ അയച്ചിട്ടുണ്ടോ? എന്നാൽ ഇതിനൊക്കെ പകരം വരും എന്ന് സൂക്ഷിച്ചോ. ഫൽയൗമല്ലദീന ആമനൂ, തീർച്ചയായും സത്യവിശ്വാസികൾ, മിനൽ കുഫാരി, കാഫിറുകളെ നോക്കിയിട്ട് എന്നത്തെ ദിവസം യദ്ഹകൂൻ, അവര് ചിരിക്കും. എടോ, നിങ്ങൾ ദുനിയാവിൽ വെച്ച് ഞങ്ങളെ ചിരിച്ചു, പരിഹസിച്ചു, ചിരിച്ചു, ഞങ്ങളെ കുത്തുവാക്ക് പറഞ്ഞു. ഇതാ ഇന്നത്തെ ദിവസം ഞങ്ങൾ നിങ്ങളുടെ കാര്യത്തിലും ഒന്ന് പരിഹസിച്ച് ചിരിക്കട്ടെ
എവിടെ ഇരുന്നിട്ടാ അവര് നിങ്ങളുടെ കാര്യം നോക്കി ചിരിക്കുന്നത്? അലല്ലറായികി യൻദുറൂൻ, സ്വർഗത്തിൽ ആ മുഅ്മിനീങ്ങൾക്ക് റബ്ബ് വിധാനിച്ചിട്ടുള്ള അലങ്കൃതമായ സോഫകളിൽ മേൽ ചാരി ഇരുന്നു കൊണ്ട് ദുനിയാവിൽ ഇവരെ വിമർശിച്ച് പരിഹസിച്ച് ചിരിച്ചിരുന്ന ആളുകളെ നോക്കിയിട്ട് മുഅ്മിനീങ്ങൾ അലങ്കൃതമായ സോഫകളിൽ ചാരിയിരുന്നിട്ട് അന്ന് പരിഹസിച്ച ആളുകളെ നോക്കിയിട്ട് ചിരിക്കുന്നു. എന്നിട്ട് റബ്ബ് ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഹൽ സുവിബൽ കുഫാറു മാ കാനൂ യഫ്അലൂൻ. ഓ കാഫിറുകളെ, ആ കാഫിറുകൾക്ക് കിട്ടേണ്ടത് ശരിക്കും കിട്ടിയില്ലയോ? ഇത് അള്ളാഹു മുഅ്മിനീങ്ങളെ സമാധാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് പരിഹാസം കേട്ടിട്ടൊന്നും ഇസ്ലാമിന്റെ ഒരു സമ്പ്രദായം ഒരാളും നടപ്പിലാക്കാതെ പോകരുത്. ചില ആൾക്കാരില്ലേ, ഉമ്മ പറയണത് ആടി വളർത്തണം, അത് പഠിച്ചു കളഞ്ഞു, ആപ്പ പറഞ്ഞ് നാട്ടുകാർ പരിഹസിക്കാണ്, പെങ്ങള് പരിഹസിക്കാണ്, ആ മറ്റുള്ളവർ പരിഹസിക്കണം, എനിക്ക് ഒരുപാട് പ്രായം തോന്നുന്നു, അവ പഠിച്ചു കളഞ്ഞു. അതുപോലെ തന്നെ എന്താടാ നീ ഇങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടോ, എന്താ പാൻറ്റൊക്കെ ഇങ്ങനെ മടക്കി നടക്കണം, എന്താ ഇങ്ങനെ കയറ്റി കൊടുത്തിട്ട്, അപ്പോൾ താഴ്ത്തിട്ടു. അങ്ങനെ ആളുകൾക്കിടയിൽ നിനക്ക് പരിഹാസം കിട്ടിയപ്പോ ഈ രംഗത്ത് നിന്ന് ഓടി ഒളിക്കാതെ എന്ത് തന്നെ കേട്ടാലും ഉറച്ചു നിന്നോ. ദീനിന് വേണ്ടിയാണ് കേൾക്കുന്നതെങ്കിൽ ഉറച്ചു നിന്നോ. ദീനിന്റെ പേരിൽ എന്ത് കേൾക്കേണ്ടി വന്നാലും പരലോകത്തേക്ക് അതൊരു മുതൽക്കൂട്ടാണ്. എന്ത് കേട്ടാലും സഹിച്ചോളണം. വല തസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ വമിനല്ലദീന അശ്റകൂ അദൻ കസീറാ വഇൻ തസ്ബിറൂ വതത്തഖൂ ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. അല്ലാഹ് കൃത്യമായിട്ട് തന്നെ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ പരീക്ഷിക്കപ്പെടും ജനങ്ങളെ, നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും ശിർക്ക് ചെയ്യുന്നവരിൽ നിന്നും വേദക്കാരിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും ധാരാളം കുത്തുവാക്കുകളും പീഡനങ്ങളും. നിങ്ങൾ സഹിച്ചു നിൽക്കാൻ തയ്യാറാണോ? നിങ്ങൾ കൂടുതൽ തഖ്വയോടെ മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ അതാണ് ധീരതയുടെ അടയാളവും ലക്ഷണവും. അള്ളാഹു സമാധാനിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു അത്തരം ധീരന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് ദീനീ രംഗത്ത് പരിഹാസങ്ങൾ ഉണ്ടാകുമ്പോൾ സഹോദരന്മാരെ, അതും സന്തോഷിച്ചോളി. നിങ്ങളൊരു ദീനിന്റെ കാര്യം യഥാർത്ഥ വിശ്വാസിയായി ഇസ്ലാം പഠിപ്പിച്ചൊരു ജീവിതം നിങ്ങളിൽ ഉണ്ടായി, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നയാളായി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അധ്യാപനങ്ങളെ മുഖവിലക്കെടുക്കുന്ന ഒരാളായി, അതിന്റെ പേരിൽ നിങ്ങൾ എന്ത് കേൾക്കേണ്ടി വന്നാലും അത് കൃത്യമായി അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് പ്രതിഫലത്തിന് കാരണമാണ്. തൗഹീദ് അനുസരിച്ചുകൊണ്ട് ജീവിച്ചതിന്റെ പേരിൽ കുത്തുവാക്ക് പറഞ്ഞവരെ കുറിച്ച് അള്ളാഹ് സൂറത്തുൽ മുഅ്മിനൂനിലെ 109, 110, 111 ആയത്തുകളിലൂടെ പറയുന്നുണ്ട്. കാഫിറുകളായ ആളുകൾ മുഅ്മിനീങ്ങൾ തൗഹീദ് അനുസരിച്ച് ജീവിച്ചതിന്റെ പേരിൽ കളിയാക്കിയതിന്, ഇന്നഹു കാന ഫരീഖും മിൻ ഇബാദി യഖൂലൂന റബ്ബനാ ആമന്നാ ഫഗ്ഫിർ ലനാ വർഹംനാ വഅൻത ഖൈറുർ റാഹിമീൻ. എന്റെ അടിമകളിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ അവരിങ്ങനെ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. എങ്ങനെ? ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചു, നീ ഞങ്ങൾക്ക് പുറത്തു തരണം, നീ ഞങ്ങളോട് കരുണ കാണിക്കണം, നീ ഏറെ കരുണ ചെയ്യുന്നവരിൽ ഉത്തമനാണല്ലോ എന്ന് എന്നെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന മുഅ്മിനീങ്ങളെ കണ്ടപ്പോ ഫത്തഖദ്തുമൂഹും സിഖ്രിയാ, നിങ്ങൾ അവരെ കളിയാക്കി ചിരിച്ചു, നിങ്ങൾ അവരെ പരിഹസിച്ചു, നിങ്ങൾ അവരെ പരിഹസിച്ചു. ഹത്താ അൻസൗകും ദിക്രി, ആ പരിഹാസം നിങ്ങളെ എന്നെ ഓർക്കുന്നതിൽ നിന്നും മറപ്പിച്ചു കളഞ്ഞു. വകുന്തും മിൻഹും തദ്ഹകൂൻ, നിങ്ങൾ അവരുടെ കാര്യത്തിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് ഇന്നി ജസൈതുഹുൽ യൗമ ബിമാ സബറു. കണ്ടോ, നിങ്ങളുടെ ആ പരിഹാസങ്ങളൊക്കെ മുഅ്മിനീങ്ങൾ കേട്ടിട്ട് അന്ന് അവര് സഹിച്ചത് കാരണത്താൽ ഞാനിതാ ഇന്നവർക്ക് വലിയ പ്രതിഫലം കൊടുക്കുകയാണ്. കണ്ടോളൂ, അന്നഹും ഹുമുൽ ഫായിസൂൻ, തീർച്ചയായും അവര് തന്നെയാണ് വിജയിച്ച കക്ഷികൾ. കണ്ടോ, നിങ്ങളവരെ കണ്ടില്ലേ, അവര് തന്നെയാണ് വിജയം വരിച്ചിട്ടുള്ളത്. അവരന്ന് നിങ്ങളുടെ കുത്തുവാക്കും പരിഹാസച്ചിരിയൊക്കെ കേട്ടിട്ട് സഹിച്ചോരാ. അതിനിതാ ഞാൻ അവർക്ക് കൂലി കൊടുക്കുന്നു, നോക്കിക്കോ, കണ്ടോ, ഒന്ന് മനസ്സിലാക്കിക്കോ എന്ന് അല്ലാഹു നരകത്തിയിൽ കിടന്ന് പൊളയുന്ന ആളുകളോട് പറയും. നോക്കടാ, നോക്ക്, ഒരക്ഷരം നീ മിണ്ടാൻ പാടില്ല, നോക്ക്, ഞാൻ അവർക്ക് കൊടുത്ത പുണ്യം നോക്ക്, ഞാൻ അവർക്ക് കൊടുത്ത പ്രതിഫലം നോക്ക്. എന്തിന്? നിന്റെ പരിഹാസച്ചിരിയൊക്കെ കേട്ടപ്പോഴും അള്ളാന്റെ ദീനിന്റെ പ്രബോധന മാർഗത്തിൽ ഉറച്ചു നിന്നവനാ മനുഷ്യൻ അയാൾ. ഇവർക്ക് ഞാൻ കൊടുത്ത കൂലി കണ്ടില്ലേ, ഒരു വിജയിച്ചില്ലേ, നിനക്കോ, നിനക്ക് ഒന്നുമില്ല, അവിടെ കിടക്ക്, അവിടെ കിടക്ക്.
വലാ തുകല്ലിമൂൻ എന്ന് പറഞ്ഞിട്ടാ അല്ലാഹു പറയുന്നത്. മിണ്ടിപ്പോകരുത്, നിന്ദ്യരായി അവിടെ കിടക്കടാ. വലാ തുകല്ലിമൂൻ, എന്നോട് ഒരു അക്ഷരം മുണ്ടിപ്പോകരുത് എന്ന് പറഞ്ഞിട്ടാ പറയുന്നത്. ഇന്നഹു കാന ഫരീഖും മിൻ ഇബാദി, ആയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതിന്റെ സന്ദർഭം അത് പറഞ്ഞിട്ടാ ഇത് പറയുന്നത്. നിങ്ങൾ വല്ലാതെ പരിഹസിച്ചു അല്ലേ, നിങ്ങൾ വല്ലാതെ ചിരിച്ചു കളഞ്ഞു അല്ലേ, കൊടുത്തു ഞാൻ അവർക്ക് പ്രതിഫലം. നോക്ക്, കണ്ടോ നീ, നിന്റെ ദുഃഖം ഇരട്ടിക്കട്ടെ. ഇത് ഏത് കാലത്തും മഹാന്മാരായ പ്രവാചകന്മാരൊക്കെ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ അത് പറയാണ്, വിശുദ്ധ ഖുർആൻ അത് പറയാണ്. പരിഹസിക്കപ്പെടാത്തൊരു പ്രവാചകന്മാര് കഴിഞ്ഞു പോയിട്ടില്ല. വമാ യഅതീഹിം മിൻ നബിയ്യിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. ഒരൊറ്റ പ്രവാചകനും അവർക്ക് വന്നിട്ടില്ല അവർ അദ്ദേഹത്തെ പരിഹസിക്കുന്നവരായിട്ടല്ലാതെ. ഏത് നബി വന്നിട്ടുണ്ടോ എല്ലാ നബിമാരെയും പരിഹസിച്ചിട്ടുണ്ട്, എല്ലാ നബിമാരും പരിഹാസവിധേയരായിട്ടുണ്ട്. അത് കാഫറുകൾക്ക് എന്നും ഒരു ഹോബിയാണ്. ദുന്യാവിനെ മാത്രം ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നടക്കുന്ന, ഭൗതിക സുഖങ്ങളെ മാത്രം ലാക്കാക്കി നടക്കുന്നവർക്ക് മതവിശ്വാസികളെ കാണുമ്പോൾ എന്നും പരിഹാസം ഉണ്ടാവും. അവർ നിസ്കരിക്കാൻ പള്ളിയിൽ പോണ്, അവരെ കോലം കണ്ടില്ലേ, അതങ്ങനെ ഇതിങ്ങനെ, ഇവിടെ സുഖിക്കാന്നുള്ളത്, അവൻ പലിശയും വാങ്ങൂല, അതുമില്ല ഇതുമില്ല, ഒന്നും കാണാനും പറ്റൂല കേൾക്കാനും പറ്റൂല എന്നൊക്കെ പറഞ്ഞ് ദുന്യാവിന്റെ സുഖങ്ങളിൽ ഇങ്ങനെ രമിച്ച് നടക്കുന്നവര് മുഅ്മിനീങ്ങൾ അരുതായ്മകളെ കുറിച്ച് അവരോട് പറയുമ്പോൾ കളിയാക്കും. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 212 ആയത്തിൽ അത്തരക്കാരെ കുറിച്ച് പറയുന്നു. സുയ്യിന ലില്ലദീന കഫറുൽ ഹയാത്തുദ് ദുനിയാ വയസ്ഖറൂന മിനല്ലദീന ആമനൂ വല്ലദീന തഖൗ ഫൗഖഹും യൗമൽ ഖിയാമഹ വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. സുയ്യിന ലില്ലദീന കഫറൂ, കാഫിറുകൾക്ക് ഭംഗിയായി തോന്നിക്കപ്പെട്ടിരിക്കുകയാണ് അൽ ഹയാത്തുദ് ദുനിയാ, ഐഹിക ജീവിതം, ഈ ലോക ജീവിതം കാഫിരീങ്ങൾക്ക് വളരെ അലങ്കാരമായി തോന്നിക്കപ്പെട്ടിരിക്കുകയാണ്. ചിന്തിക്കണം, അവിടെ ശരിക്കും ആലോചിക്കണം. ഈ ലോകത്തെ ജീവിതമാണ് എല്ലാം എന്ന് വിചാരിച്ച് ഇവിടുത്തെ സുഖങ്ങളിൽ മാത്രം ചിന്തിക്കുന്ന ആളുകൾ എന്ത് ചെയ്യും? അവരെന്ത് ചെയ്യുന്ന അല്ലാഹു പറയുന്നത്. വയസ്ഖറൂന മിനല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ അവർ പരിഹസിക്കുന്നു, മുഅ്മിനീങ്ങളെ അവർ പരിഹസിക്കുന്നു. എന്നാൽ ഈ പരിഹസിക്കപ്പെടുന്ന മുഅ്മിനീങ്ങൾ ഉണ്ടല്ലോ, അവർക്ക് നാളെ പരലോകത്ത് കിട്ടുന്ന ദർജ എന്താണ്? വല്ലദീന തഖൗ ഫൗഖഹും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഇവരുടെയൊക്കെ എത്രയോ മീതെയുള്ള പദവിയിലാണ് അവരുണ്ടാവുക. അല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കയ്യും കണക്കുമില്ലാതെ തന്നെ നൽകുന്നു. ഇതൊക്കെ സഹോദരങ്ങളെ എല്ലാവരും ശ്രദ്ധിച്ചോളിൻ. ദീനിന്റെ പേരിൽ നിങ്ങളെ കുടുംബത്തുനിന്നോ നാട്ടിന്നോ വീട്ടിന്നോ എവിടുന്ന് നിങ്ങൾ ഇസ്ലാമിന്റെ തൗഹീദ് അനുസരിച്ച് ജീവിക്കുന്നതിന്റെ പേരിൽ, ഇസ്ലാമിന്റെ പ്രവാചകൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്നതിന്റെ പേരിൽ എന്ത് കേൾക്കേണ്ടി വന്നാലും അതൊക്കെ സഹിച്ചോളണം. അതിനൊക്കെ പരലോകത്ത് പുണ്യമുണ്ട്, അതിനൊക്കെ അള്ളാന്റെ അടുക്കൽ വലിയ സ്ഥാനമുണ്ട്. എത്രത്തോളം മുനാഫിക്കീങ്ങൾക്കൊരു പതിവുണ്ടായിരുന്നു എന്നാണ്, സ്വതക്ക കൊടുക്കുമ്പോൾ അവരെ അതിനെ കുറ്റപ്പെടുത്തുന്നത്. അങ്ങനെയുണ്ടല്ലോ, അവരൊന്നും ചെയ്യൂല, ചെയ്യുന്നവരെ കുത്തുവാക്ക് പറയുകയും ഇത് മുനാഫിക്കീങ്ങളുടെ ഒരു ഹോബിയായിരുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. എന്ത് നല്ലത് ചെയ്താലും അതിനെ പരിഹസിക്കും. അവരോ ഒന്നും കൊടുക്കൂല, കൊടുക്കുന്നവരെ കുറ്റം പറയും ചെയ്യും. അത് വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിൽ 79 ആയത്തിൽ പറയുന്നു. الذين يلمزون المطوعين من المؤمنين في الصدقات والذين لا يجدون إلا جهدهم فيسخرون منهم سخر الله منهم ولهم عذاب أليم. സത്യവിശ്വാസികളിൽ നിന്ന് സ്വമേധയാ സ്വതക്ക കൊടുക്കുന്നവരെ കുറ്റിപ്പറയും. മുഅ്മിനീങ്ങൾ സ്വതക്ക കൊടുക്കുമ്പോൾ അതിനെ കുറ്റം പറയും. എങ്ങനെ? ആയത്തിന്റെ വിശദീകരണത്തിൽ കാണാം. അള്ളാന്റെ മാർഗത്തിലേക്ക് സ്വതക്ക ചെയ്യാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ കയ്യിൽ ഇത്തിരി സമ്പത്തൊക്കെ ഉണ്ടായിരുന്നു ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവരൊക്കെ ഭീമമായ സംഖ്യ അള്ളാന്റെ ദീനിലേക്ക് കൊടുത്തപ്പോൾ മുനാഫിക്കുകൾ പറഞ്ഞു, കണ്ടോ ആളെ കാണിക്കാനാ, പേര് കിട്ടാനാ, പ്രശസ്തി കിട്ടാനാ. നല്ലോണം കൊടുത്തോരെ അവർ വിട്ടില്ല. നല്ലോണം കൊടുത്തോരെ പറ്റി എന്ന് പറഞ്ഞു, പേരിനാ, പ്രശസ്തിക്കാണ്, ആളുകൾക്കിടയിൽ വലിയ ആളാവാനാ എന്നൊക്കെ പറഞ്ഞു. അതേ അവസരത്തിൽ വല്ലദീന ലാ യജിദൂന ഇല്ലാ ജുഹദഹും, ഒന്നും കയ്യിലില്ലാത്ത പട്ടിണി പാവങ്ങള് കൂലിവേല ചെയ്തുകൊണ്ട് റസൂലുള്ളാന്റെ കൽപ്പന മാനിച്ചുകൊണ്ട്
കൂലിവേല ചെയ്തിട്ടെങ്കിലും ഇസ്ലാമിന്റെ മാർഗത്തിൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഒരു സാഴുമായിട്ട് ചില്ലറയുമായിട്ട് വന്നപ്പോഴും ഫയസ്ഖറൂന മിൻഹും, ഇവര് കളിയാക്കി. ഇവന്റെ ചില്ലറ നക്കാപ്പിച്ച പടച്ചവൻ എന്തിനാ ആവശ്യമുണ്ടോ? കണ്ടോ, കുറച്ച് കൊടുത്തവനെ പറ്റി പറഞ്ഞു ഇവന്റെ ഒക്കെ നക്കാപ്പിച്ച ആർക്ക് വേണം. കൂടുതൽ കൊടുത്തവൻ പറഞ്ഞു പേരിട്ടാനാ. ഇവൻ രണ്ടും ചെയ്തില്ല, കൂടുതലും കൊടുത്തില്ല കുറച്ചും കൊടുത്തില്ല, കൊടുത്തവനെ കുത്തും ചെയ്തു. ഇതേത് കാലത്തും മുനാഫിക്കിന്റെ സ്വഭാവമാണ്. അല്ലാഹ് പറയുന്നു സഖിറല്ലാഹു മിൻഹും വലഹും അദാബുൻ അലീം. ഇവരുടെ ഈ പരിഹാസത്തിന് റബ്ബ് അവരെ പിടികൂടും, കനത്ത വേദനയേറിയ ശിക്ഷ അവർക്കുണ്ടാകും എന്ന് മഹാനായ റബ്ബുൽ ആലമീൻ വളരെ കൃത്യമായിട്ട് തന്നെ പഠിപ്പിക്കുന്നു. ഈ ആയത്തിറങ്ങിയപ്പോ, അള്ളാന്റെ മാർഗത്തിലേക്ക് ചെലവഴിക്കണം എന്ന കൽപ്പന ഇറങ്ങിയപ്പോ, സഹാബിമാരിൽ പലരും പാവങ്ങള് ചുമട്ട് തൊഴിലാളികളായിക്കൊണ്ട് മദീനയുടെ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നു. എന്തിന്? അള്ളാന്റെ മാർഗത്തിലേക്ക് സംഭാവന കൊടുക്കാൻ ഒന്നുമില്ല, പരിയിലൊന്നുമില്ല. ചുമടെടുക്കാൻ വേണ്ടി മദീനത്തെ മാർക്കറ്റിൽ ഇറങ്ങി, എന്തെങ്കിലുമൊക്കെ അള്ളാന്റെ റസൂൽ പറഞ്ഞ മാർഗത്തിലേക്ക് കൊടുക്കാൻ. അങ്ങനെ അവര് ചുമടെടുത്തിട്ട് ഒരു സാഴൊക്കെ ആയിട്ട് വന്നപ്പോ പറഞ്ഞു ഇവന്റെ നക്കാപ്പിച്ച ആർക്കാ വേണ്ടത്? മുനാഫിക്കുകൾ പറഞ്ഞു. ഇങ്ങനെ ഏത് നല്ല കാര്യം ചെയ്താലും അതിനെയൊക്കെ പരിഹസിക്കുന്ന, കുറ്റപ്പെടുത്തുന്ന ആളുകളുണ്ടാകും. അവരെ കുറിച്ചെല്ലാം ഗൗരവത്തോടെ അല്ലാഹു തആല പറയാണ്. അതുകൊണ്ട് ഇസ്ലാം വളരെ കൃത്യമായി പറയുന്നു, പരിഹസിക്കപ്പെട്ടവരെ നരകത്തിൽ തെരയും. പരിഹസിച്ചവര് ഇവരൊക്കെ ഞങ്ങളെപ്പോലെ തന്നെ ഇവിടെ നരകത്തിലുണ്ട് എന്ന് വിചാരിക്കുമ്പോ അല്ലാഹ് പറയാണ് അവരെ നരകത്തിൽ ഇവരെ തെരയുമ്പോ കാണാനാകുന്നില്ല. കാരണം റബ്ബ് അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. അതുകൊണ്ട് മോമിനീങ്ങൾക്ക് സമാധാനിക്കാം, അവർക്ക് സ്വർഗം, പരിഹസിച്ചവർക്ക് നരകം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇവിടെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഈ പരിഹാസം ഏൽക്കേണ്ടി വന്നു. മഹാനവറുകൾ ഉറച്ചു നിന്നു. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ആ കപ്പലിൻ്റെ നിർമ്മാണം പുരോഗതിയിലേക്ക് നീങ്ങി. ശേഷമാണ് അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങുന്ന രംഗങ്ങൾ വിശുദ്ധ ഖുർആൻ പറയുന്നത്. അള്ളാഹു റബ്ബുൽ ആലമീൻ മഹാന്മാരായ പ്രവാചകന്മാരുടെ ചര്യകളിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊണ്ടുകൊണ്ട് ആദർശരംഗത്ത് അടിയുറച്ച് മുന്നോട്ട് പോകുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും റബ്ബ് നമുക്ക് മോചനം നൽകുമാറാകട്ടെ. ഈമാനോടുകൂടിയുള്ള അന്ത്യം നമുക്ക് വിധിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മർഹമത്തും മഗ്ഫിറത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അല്ലാഹുമ്മ ജഅൽ ഹാദൽ ബലദ ആമിനൻ മുത്മയിന്നാ വസായിറ ബിലാദിൽ ആലമീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.